നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഹബീബിങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തും എഴുത്തുകാരനും ചിന്തകനും ആക്ടിവിസ്റ്റുമായ കമൽ സി നജ്മൽ, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഏതാണ്ട് ഒരു 2 വർഷം മുമ്പേ ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയ സ്വന്തം പുസ്തകം പരസ്യമായി കത്തിച്ച് ഒരു നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കുകയുണ്ടായി കമൽ സി നജ്മൽ. ആ പ്രതിഷേധത്തിന് ശേഷം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നജ്മൽ ബാബു എന്ന് പറയുന്ന ഒരാൾ, ആദ്യം യുക്തിവാദിയൊക്കെ ആയിരുന്നു, പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം വസിയത്ത് എഴുതി വെച്ചിരുന്നു, കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ എന്നെ മറമ ചെയ്യണം എന്ന്. പക്ഷെ അത് പാലിക്കപ്പെടാതെ അദ്ദേഹത്തെ ദഹിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. ഇന്ന് അൾട്രാ സെക്യുലറിസ്റ്റുകളായി ചമയുന്ന, അല്ലെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന യുക്തിവാദികളടക്കം മറ്റൊരു മതാചാരപ്രകാരം ഈ കത്തിച്ചു കളയുക എന്നുള്ളതൊരു ഹൈന്ദവ കോൺസെപ്റ്റിൽപ്പെട്ടതാണ്. അതിന് കൂട്ടുനിന്നു ആ സംഭവത്തിൽ പ്രതിഷേധിക്കുകയും മുസ്ലിമായി ജീവിക്കാൻ എന്താണ് ഇവിടെ അവകാശമില്ലേ എന്ന് ചിന്തിക്കുക മാത്രമല്ല, ഏറെക്കാലമായി തൻ്റെ വായനയുടെയും ചിന്തയുടെയും ഒക്കെ ഭാഗമായി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളായിരുന്നു കമൽ സി ചവറ എന്ന് പറയുന്ന എഴുത്തുകാരൻ. രണ്ടും കൂടി ഒരുമിച്ച് വന്നു. ഇസ്ലാം മതം വിശ്വസിക്കാനുള്ള തൻ്റെ ചിന്തയുടെ ഒരു പൂർത്തീകരണം പോലെ നജ്മൽ ബാബു എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെതിരെ കത്തിച്ച് കളഞ്ഞ് ഇവിടുത്തെ മതേതര പൊതുബോധം ചെയ്ത ആ നീതി നിഷേധത്തിനെതിരെയും അദ്ദേഹം പരസ്യമായി കലിമ ചൊല്ലുകയുണ്ടായി, ഇസ്ലാമിലേക്ക് വരികയുണ്ടായി, ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. കമൽ സി നജ്മൽ അങ്ങനെ നമ്മുടെ ദൈക്ഷണിക ലോകത്തെ ഒരു വസന്തത്തിൻ്റെ ഇടിമുഴക്കമായിട്ടാണ് കടന്നു വന്നത്. മാധ്യമങ്ങൾ അത് വളരെയൊന്നും ആഘോഷിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇസ്ലാം എന്ന് അങ്ങോട്ടല്ലല്ലോ പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതാ മതത്തെ വലിച്ചെറിഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായ ചർച്ചകൾ നടക്കും. പക്ഷെ കമൽ സി നജ്മൽ ഇസ്ലാമിലേക്കാണ് വന്നത്. അത് കൂടുതൽ ചർച്ചയാക്കാൻ ഇനി ലൈവ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരത്തിലാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ടാഗ് ലൈൻ? മഅദനിയുടെ മോചനം അല്ലെങ്കിൽ മരണം വരെ സമരം എന്നാണ് അദ്ദേഹത്തിൻ്റെ ടാഗ് ലൈൻ. അബ്ദുൽ നാസർ മഅദനി ഉസ്താദിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉപവാസ സമരം എന്ന് പറയുമ്പോൾ അനിശ്ചിതകാലമായി എപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല. അദ്ദേഹം കൃത്യമായി നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് ആ ഉപവാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുബഹി മുതൽ സന്ധ്യ വരെ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഉപവാസം. അപ്പോൾ നീയത്താണല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നീയത്തിൻ്റെ പോലെ ഇരിക്കും കാര്യങ്ങൾ. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലരും മാറി നിൽക്കുന്ന അത്തരമൊരു സാഹചര്യത്തിൽ ആ സമരത്തിൻ്റെ പ്രായോഗികതയെക്കുറിച്ചോ അതിൻ്റെ വിജയത്തെക്കുറിച്ചോ ഒക്കെ എനിക്കോ നിങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അല്ലേ? വിരുദ്ധാഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടെ നോക്കിക്കാണുമ്പോഴാണ് രചനാത്മകമായ ഒരു ജനാധിപത്യം പുലരുകയുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആ സമരത്തിൻ്റെ പ്രായോഗികതയോ അതിൻ്റെ ഇന്ന് നാവിനെന്തോ ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ വിജയത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം അതിന് മുന്നോട്ട് വന്നു എന്ന ആ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നവംബർ 15 മുതൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഈ ഉപവാസ സമരത്തിലാണ്. ഒരുപക്ഷെ ഇപ്പോൾ ആരും അധികം തിരിഞ്ഞു നോക്കാനൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊരു സമരമായി വളരും. നമ്മുടെ സർക്കാർ തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ
അങ്ങനെ എത്രയെത്രയോ സമരങ്ങൾ മാസങ്ങളും വർഷങ്ങളുമായി നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അധികാരി വർഗങ്ങളുടെ കണ്ണിൽ പെടില്ല. പ്രത്യേകിച്ചും ഈ ഇഷ്യൂ, ഇത് അബ്ദുൽ നാസർ മഅദനിയുടെ കാര്യമായതുകൊണ്ട്, അദ്ദേഹം ജയിലിലായതുകൊണ്ട്, പുറത്തായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ കൂടെ സ്റ്റേജ് പങ്കിടാനും ഈ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാനൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാവും. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ രാഷ്ട്രീയം പറയല്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. പരപ്പര അഗ്രഹാര ജയിലിൻ്റെ പ്രത്യേകമായ ഒരു 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 സൗകര്യത്തിൽ, ഒരു ചികിത്സാ സംവിധാനത്തിൽ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ സുഖമായി വീട്ടുകാരോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം തുറന്നു പറഞ്ഞു, അത് കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു എന്ന ഒരു ശരിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമൽ സി നജ്മൽ തൻ്റെ സമര പോരാട്ടത്തിലാണ്. അദ്ദേഹം കമൻറ്റ് ചെയ്യുന്നുണ്ട്, വിജയിക്കും, എൻ്റെ പടച്ചവൻ കൂടെയുണ്ട് എന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തണം. അദ്ദേഹം ഒരു സംഘടനയുടെയും വക്താവല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും വക്താവായിട്ടല്ല സമരം നടത്തുന്നത്. ഏകാംഗമായ ഒരു പോരാട്ടമാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതിൻ്റെ പ്രായോഗികതയോ അതിൻ്റെ വിജയപരാജയങ്ങളെയോ കുറിച്ചല്ല നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. ഒരു മനുഷ്യൻ അങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്, അല്ലേ? ജനങ്ങളുടെ ഒരു പൊതുബോധത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമരമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഞാൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ അദ്ദേഹത്തിന് അറിയാം. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പലപ്പോഴും അദ്ദേഹം നൊമ്പരം പങ്കിടാറുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ. അപ്പോഴൊക്കെ അന്വേഷിക്കും എന്താണത്. എന്നെക്കുറിച്ചല്ലാതെ എനിക്ക് മനസ്സിലായി. ഞാനൊരു വലിയ നേതാവോ അല്ലെങ്കിൽ വലിയ ആളൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ അന്വേഷിക്കാനും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ഈ കാര്യത്തിൽ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ആ വിഷയത്തിൽ സംഘടനാപരമായ മാനദണ്ഡങ്ങളോ മറ്റു താല്പര്യങ്ങളോ ഒക്കെ മാറ്റിവെക്കുന്ന ഒരാളാണ് ഞാൻ. അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് വേണ്ടി എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എത്രയോ സംസാരിച്ചത് നിങ്ങൾക്കറിയാം. ആ സ്നേഹവായ്പ അദ്ദേഹം തിരിച്ചു തരുന്നത് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് നടന്ന സമരപ്രഖ്യാപനത്തിൽ ഞാൻ വേദി പങ്കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ തുറന്നു പറയുന്നത്, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ചിലർ പറയുമ്പോൾ ഒരുപക്ഷെ സംഘടനാപരമായ കേരളത്തിലെ ഒരു വൈവിധ്യങ്ങളുണ്ടല്ലോ, അവരെ ഒന്നിച്ചു ചേർന്ന അദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരുപക്ഷെ പല കാരണങ്ങളാൽ ഉണ്ടായിട്ടുണ്ടാകില്ല. പക്ഷെ വ്യക്തികളുണ്ട്, സ്നേഹപ്പെട്ട ചില വ്യക്തികളുണ്ട്. ഇത് ആമുഖമായി നിങ്ങളോടൊന്ന് പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ ആ ടാഗ് ലൈനോട് എനിക്ക് അത്രയേറെ യോജിപ്പില്ലാത്ത ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മരണം വരെ ഞാൻ അവിടെ കിടക്കുന്നാണ് പറയുന്നത്. അബ്ദുൽ നാസർ മഅദനിയുടെ മോചനം അല്ലെങ്കിൽ മരണം വരെ കിടക്കുന്നതാണ്. അതിൻ്റെ പ്രായോഗികത എത്രമാത്രമാണെന്ന് എനിക്കറിയില്ല. കാരണം നീതി നിഷേധിക്കപ്പെടുന്ന, നീതിയെ പരസ്യമായി തള്ളിക്കളയുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകമ്പ തോന്നുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വിചാരണ തടവുകാരനായിട്ടാണ് അബ്ദുൽ നാസർ മഅദനി കഴിയുന്നത്. വിചാരണ തടവുകാരനായിട്ടാണ്. ഒന്നുകിൽ വിധിച്ച് അദ്ദേഹം കുറ്റം ചെയ്തുവെങ്കിൽ നിങ്ങൾ തൂക്കിലേറ്റ് കൊണ്ടുപോയിട്ട് 10 കൊല്ലക്കാലം നിരപരാധിയായി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹം കഴിഞ്ഞ് നിരപരാധിയാന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ നീതിപീഠം അദ്ദേഹത്തെ വെറുതെ വിട്ടത്. ഇപ്പോഴത്തെ പരപ്പര അഗ്രഹാര ജയിലിൽ ഒരു പതിറ്റാണ്ട് പിന്നിടാൻ പോവുകയാണ്. വിചാരണ ആരംഭിക്കണ്ടേ? ഇടയ്ക്കിടെ വിചാരണ കോടതിയുടെ ജഡ്ജിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ജഡ്ജിയെ മാറ്റിയാൽ അടുത്ത ജഡ്ജി വന്ന് ആ കേസ് ഫയൽ ആദ്യം മുതൽ പഠിക്കണം. എത്ര സാക്ഷികളെ വിസ്തരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായ അലംഭാവം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു പരിധിയുണ്ട്. സംസാരിക്കാനും ഇടപെടാനൊക്കെ ഉള്ള പരിധി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് എത്ര ഒച്ച വെച്ചാലും ഭരണകൂടം തയ്യാറാകണം. നീതി ദേവത കണ്ണു തുറക്കണം. നീതി ദേവത എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നീതി ദേവത എന്ന് പറഞ്ഞിട്ടൊരു കണ്ണുമൂടി കെട്ടിയ ഒരു ദേവതയുണ്ടല്ലോ സുപ്രീം കോടതിയിലൊക്കെ. അവരൊക്കെ കണ്ണു തുറക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും റഹ്മാനും രാജസയ്യിദുമായ ജബ്ബാറായ വിധിക്കുന്ന അഹ്കമുൽ ഹാക്കിമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. കാരുണ്യവാനും ദയാപരനുമായ അള്ളാഹു ഉസ്താദിന് മോചനം കൊടുക്കട്ടെ. നമ്മുടെ ഇടയിലേക്ക് നല്ല മതപണ്ഡിതനായി ഹബീബിനെ പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ര സമാനമായ
അതേസമയം ഹൃദയഹാരിയായി ഹബീബിനെ പറയുന്ന ഒരു മതപണ്ഡിതനായി അബ്ദുൽ നാസർ മഅദനിയെ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് ലൈവിൽ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളായ നൈലിൻ്റെ തീരങ്ങളിലൂടെ എന്ന 110-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ പ്രോഗ്രാമിലെ സ്ഥിര ശ്രോതാക്കളായ നിങ്ങളുടെ എല്ലാവരുടെയും ഐക്യദാർഢ്യ പ്രഖ്യാപനം ഈ ആമുഖത്തിൽ ഞാൻ അദ്ദേഹത്തിന് നൽകുകയാണെന്ന് അദ്ദേഹം ലൈവിലുണ്ട്. നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. താങ്ക് യു ആൾ. ഹബീബിങ്ങളെ, നമ്മുടെ നൈലിൻ്റെ തീരങ്ങളിലൂടെ എന്നുള്ള ഈ യാത്രയുടെ 110-ാം ദിവസം ഇന്നലെ നമ്മൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഷെയ്ഖ് ജീലാനിയുടെ ഓർമ്മ ദിനം കൂടിയായിരുന്നു ഇന്നലെ. ഇന്ന് മുഹിയുദ്ദീൻ മാല ഇഷ്കിൻ്റെ മഷിക്കുപ്പി എന്ന പ്രമേയത്തിലാണ് സംസാരിക്കുന്നത്. നൂറ്റാണ്ടുകളെ അതിജയിച്ച ഒരു മനോഹരമായ പ്രകീർത്തന കാവ്യമാണ് മുഹിയുദ്ദീൻ മാല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തി പറയുന്ന ഒരു ഗീതകമാണത്. എന്താണ് ആ ഗീതത്തിൻ്റെ പ്രത്യേകത? അറബി മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കാവ്യമാണ് മുഹിയുദ്ദീൻ മാല. നോട്ട് ദ പോയിന്റ്. പ്രസിദ്ധനായ അറബി കവിയും ഗ്രന്ഥകാരനുമായിരുന്ന ഖാലി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് എന്നയാളാണ് മുഹിയുദ്ദീൻ മാല രചിച്ചിട്ടുള്ളത്. 418 ആളുകൾ ഇപ്പോൾ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. ബിഹക്കി മുഹമ്മദിൻ ഒരു 25 ആയിക്കോട്ടെ ഹബീബിങ്ങളെ. 1572 ജനിക്കുകയും 1617 മരിക്കുകയും ചെയ്ത ഖാലി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് എന്നവരാണ്. നമ്മുടെ ഹബീബിങ്ങൾ അതൊന്നവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇടയിൽ വന്ന് കേൾക്കുന്നവർ കാണാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ 35-ാമത്തെ വയസ്സിലാണ് മുഹിയുദ്ദീൻ മാല രചിക്കുന്നത്. 35-ാമത്തെ വയസ്സിലാണ് മുഹിയുദ്ദീൻ മാല രചിക്കുന്നത്. മുഹിയുദ്ദീൻ മാലയടക്കം 500ഓളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. 500ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ഒരു പുരുഷായുസിനിടയിൽ 500ഓളം ഗ്രന്ഥങ്ങൾ രചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു അത്ഭുതം അല്ലേ? മാഷാ അല്ലാഹ്, വാഴ്ത്തപ്പെടട്ടെ ഖാലി മുഹമ്മദ്. അറബി ഭാഷയിൽ പദ്യഗദ്യങ്ങളായുള്ള നിരവധി കൃതികൾ അക്കൂട്ടത്തിലുണ്ട്. ഹബീബിങ്ങളെ, മുഹിയുദ്ദീൻ മാല ഒരു ചരിത്ര കാവ്യമല്ല കേട്ടോ. അതൊരു ചരിത്ര കാവ്യമല്ല, ഒരു ചരിത്ര പുരുഷന്റെ അപദാന കീർത്തനമാണ്. ഇന്ന് ഭയങ്കര ചൂടാണ്, എന്താണെന്ന് എനിക്കറിയില്ല. കോട്ടഴിച്ചിട്ട് നിൽക്കുന്നില്ല. 1 മണിക്കൂറായി ഒന്ന് പറയാം കേട്ടോ. ലോകത്തെ വ്യത്യസ്തമായ ഭാഷകളിൽ ഗദ്യമായും പദ്യമായും കീർത്തനങ്ങളായും നശീദകളായും ഏറ്റവും കൂടുതൽ കവിതകളും രചനകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് നിരവധി വരുന്ന പദ്യഗദ്യ സാഹിത്യങ്ങൾ വിരചിതമായിട്ടുണ്ട്. കേരള സമൂഹം തലമുറകളായി അത്യധാരപൂർവം സ്മരിച്ചു പോരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. നല്ല ഈണത്തിൽ പാടാനാവുന്ന ഒരു ഈശലുകളാൽ മെനഞ്ഞെടുത്ത ഗാനാവിഷ്കാരമാണ് മുഹിയുദ്ദീൻ മാല. ഇന്ന് എനിക്കൊരാൾ മുഹിയുദ്ദീൻ മാലയാണെന്ന് വിഷയം എന്ന് പറഞ്ഞപ്പോൾ പാടിയിട്ട് അയച്ചു തന്നു. മുഹിയുദ്ദീൻ മാല അമേസിങ്, വളരെ മനോഹരമായിട്ടുണ്ട്. ആധ്യാത്മിക ചിന്തയും ഫിലോസഫിയും സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും ഒരുപോലെ ലയിച്ചു ചേർന്ന മാപ്പിള കാവ്യമാണെന്നതാണ് മുഹിയുദ്ദീൻ മാലയെ ഇതര കൃതികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന അതിപ്രധാനമായ ഘടകം. ഇതിന്റെ ചുവടുപിടിച്ച് 100 കണക്കിന് മാലപ്പാട്ടുകൾ പിന്നീട് അറബി മലയാള സാഹിത്യത്തിൽ വിരചിതമായിട്ടുണ്ട്. നമ്മുടെ ചരിത്രകാരനായ ഡോക്ടർ CK കരീം സർ രേഖപ്പെടുത്തുന്നുണ്ട്. അറബി മലയാളം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേജ് 27 അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പറങ്കികളുടെ ആഗമനത്തോടുകൂടി കേരളത്തിലുണ്ടായ സാമൂഹിക സംഘർഷവും സാൻമാർഗിക അധപ്പതനവും കണ്ട് മനംനൊന്ത
അന്നത്തെ കേരളത്തിലെ കവികൾ അത്രയും മനുഷ്യനെ ദൈവികവും ആധ്യാത്മികവുമായ പാന്താവിലേക്ക് നയിക്കുവാൻ തീവ്ര ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഉദാഹരണമാണ് എഴുത്തച്ഛൻ്റെയും ഖാലി മുഹമ്മദിൻ്റെയും കൃതികൾ. എഴുത്തച്ഛൻ ഭാഷയിലൂടെ ഭക്തി പ്രസ്ഥാനത്തെ ജനകീയമാക്കുവാൻ ശ്രമിച്ചപ്പോൾ അതേ പ്രക്രിയ തന്നെ അറബി മലയാളത്തിലൂടെ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു മുഹിയുദ്ദീൻ മാലയിലൂടെ ഖാലി മുഹമ്മദ് ചെയ്തത്. വളരെ കൃത്യമായി നമ്മളത് മനസ്സിലാക്കണം. മുഹിയുദ്ദീൻ മാലയെ ഒറ്റയടിക്ക് നിഷേധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഈ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അല്ലേ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനി വഹിനി സന്തപ്ത ലോഹസ്തംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പ്രാചീന കേരളത്തിലെ ഹിന്ദുക്കളായ ആളുകൾ അസാൻമാർഗികമായ മാർഗത്തിലേക്ക് പോവുകയും അവരുടെ ജീവിതത്തിൽ സംസ്കാരം ഇല്ലാതെയായി കൊണ്ടിരിക്കുമ്പോൾ അവരെ സന്മാർഗപാതയിലേക്ക് വഴി നടത്താൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ച ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പ്രചരണത്തിനു വേണ്ടി അദ്ദേഹം ആദ്യം എഴുതിയത് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടാണ്. ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടാണ്. 1 മിനിറ്റ്. എന്തേലൊക്കെ സംഭവിക്കും കേട്ടോ. ഓക്കെ, ഇത് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടാണ്. നിങ്ങൾ കരുതും എന്താപ്പം ഇത് ബഷീർ ഫൈസി എന്തിനാണ് ഇത് കയ്യിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഓക്കെ, ബഷീർ ഫൈസി എന്തിനാണ് കയ്യിൽ വെക്കുന്നത്? നമ്മൾ മതം വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനാണ് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരെ കുറിച്ചും പഠിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ആദർശത്തിന് ശക്തി പകരാൻ അതൊക്കെ എന്തായിരിക്കും? ഉപകാരപ്പെടും. അവരെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഇപ്പം എന്താണ് കുഴപ്പം ഉണ്ടാവും. അപ്പം ഇതാണ് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട്. വൈലോപ്പിള്ളി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വച്ഛന്തം പനയോലമേൽ കുറുകിടും നാരായമാം ചഞ്ചുവാൽ സ്വച്ഛം രാമകഥാമൃതം ജനതതിക്കാർത്താൻ പകർന്നേകിയോ പ്രച്ഛന്ന പ്രിയ കൈരളിക്കു സദൃശം രഞ്ജിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ തൻ കരവല്ല മേലുരുളിയോര പൈങ്കിളിക്കായി തൊഴാ. അങ്ങനെയാണ് വൈലോപ്പിള്ളി ആധ്യാത്മിക രാമായണത്തെ വിശദീകരിച്ചത്. നോക്കൂ, ഞാനിത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ള ഒരു കാരണം, ഹിന്ദു സമുദായത്തിൽ ഭക്തി പ്രസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഈ ആധ്യാത്മിക രാമായണം, നിങ്ങൾക്കിത് റിവേഴ്സ് ക്യാമറയിലൂടെയാണ് കാണുന്നുണ്ടാകുക അല്ലേ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിനെ കുറിച്ച് എഴുതപ്പെട്ട ഒരുപാട് വ്യാഖ്യാനങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ടായി. വൈലോപ്പിള്ളി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാനായ കവി അതിനെക്കുറിച്ച് എഴുതുക പോലും ഉണ്ടായി. പക്ഷെ മുഹിയുദ്ദീൻ മാലയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ അതിനെ വിമർശിക്കാനാണ് ശ്രമിച്ചത് അല്ലേ. അതിലെ തവസ്സുലും ഇസ്തിഹാസയും തൽക്കാലം അങ്ങ് മാറ്റിവെക്കുക. നമ്മൾ മാറ്റിവെക്കല്ല, അത് വായിക്കുന്ന ചില ആളുകൾ മാറ്റിവെക്കട്ടെ. എന്നാൽ പോലും അനാദൃശ്യമായ ഒരു ഗ്രന്ഥമല്ലേ മുഹിയുദ്ദീൻ മാല അല്ലേ? അനാദൃശ്യമായ ഒരു ഗ്രന്ഥമല്ലേ മുഹിയുദ്ദീൻ മാല? അതിൻ്റെ സാഹിത്യം എന്താണ്? അതിൻ്റെ ആത്മീയ ഭാവം എന്താണ്? അതിലെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മാർഗം എന്താണ്? അതിലെ സ്പിരിച്വാലിറ്റി എന്താണ്? അതിലെ ഫിലോസഫി എന്താണ്? ഭാഷാ വൈവിധ്യത്തിൻ്റെ എക്കാലത്തെയും വലിയ മലയാളത്തിലെ ഇതിഹാസമാണ് മുഹിയുദ്ദീൻ മാല. വാവ്, അമേസിങ്! ആ അർത്ഥത്തിൽ പോലും അതിനെ വായിക്കാൻ ആളുകൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. മുഹിയുദ്ദീൻ മാല അങ്ങനെ അവഗണിച്ചു തള്ളി. പക്ഷേ ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് വൈലോപ്പിള്ളി വരെ അതിനെ പൊക്കിപ്പിടിച്ചെഴുതുകയുണ്ടായി. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
മുഹിയുദ്ദീൻ മാല വിരചിച്ചത് എന്തിന്റെ പേരിലാണ് കേരളത്തിൽ മുഹിയുദ്ദീൻ മാല ഉണ്ടായത്? ആധ്യാത്മിക വഴികളിലേക്ക്. കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ലേ? ഞാനീ പറഞ്ഞൊക്കെ വെറുതെയോ? സിദ്ദിഖ് അജു കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. സത്യാണോ? ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യൂ. കേൾക്കുന്നില്ലേ? എന്താ ചെയ്യ? ഹൈബിനെ കേൾക്കുന്നില്ല എന്ന് ആരോ കമന്റ് ചെയ്തു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഓക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ പലർക്കും കഴിയാതെ പോയി അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം ഉണ്ടായത്. നോക്കുക, തുഞ്ചത്ത് പാടിയ പാട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മുഹിയുദ്ദീൻ മാലയുടെ മനോഹരമായ ഇഷ്കിന്റെ മഷിക്കുപ്പി വിതറാൻ പോവാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, എല്ലാ മോഹങ്ങളും ക്ഷണപ്രഭാ ചഞ്ചലം, ഒരു ക്ഷണനേരം കൊണ്ട് ഇല്ലാത്താകുന്ന ഒരു ലൈറ്റ് മാത്രമാണ്. ഓക്കെ, റൈറ്റ്? എല്ലാ മോഹങ്ങളും എങ്ങനെയാണ് കണ്ടോ? ആധ്യാത്മികതയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ, വേഗം നഷ്ടമാകും നിന്റെ ആയുസ് എന്നത് നീ ഓർക്കുക. വഹിനി സന്തപ്ത ലോഹസ്തംഭു ബിന്ദുന, അതാ ഒരു ഇരുമ്പെടുത്തിട്ട് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ അതിലേക്ക് ഒറ്റിച്ചു കഴിഞ്ഞാൽ, ഒരു തുള്ളി വെള്ളം അതിലേക്ക് ഒറ്റിച്ചു കഴിഞ്ഞാൽ, ഇരുമ്പ് ചൂടാക്കി വെള്ളം ഒറ്റിച്ചു കഴിഞ്ഞാൽ, സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം, അതുപോലെ ഉരുകിത്തീരാനുള്ളതേ ഉള്ളൂ മനുഷ്യ. എത്ര സാമ്രാജ്യങ്ങളാണ്, എത്ര കൊട്ടാരങ്ങളാണ്, എത്ര നാഗരികതകളാണ് കാലത്തിന്റെ യവനികക്കുള്ളിലേക്ക് മറഞ്ഞുപോയത്. ഏകഛത്രാധിപതികളായ ഇമ്പീരിയലിസ്റ്റുകളായ എത്രയെത്ര ആളുകളാണ് മടങ്ങിപ്പോയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ, പാന്തർ യാത്രക്കാർ, പെരുവഴിയമ്പലം തന്നിലെ. പെരുവഴിയമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രമല്ല, അത് ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പ്. താന്തരായി കൂടി, എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി വിയോഗം വരും പോലെ. പിന്നെ പിരിഞ്ഞു പോകേണ്ടവരെ പോലെ പോകേണ്ടതാണ് ഈ ലോകം എന്നാണ് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിൽ തുഞ്ചത്ത് പാടിയത്. അദ്ദേഹത്തിന്റെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ബേസ്മെന്റ് ആണ് പറയുന്നത്, അടിസ്ഥാനമാണ് പറയുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ? കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ചാൽ മതി. വാവ്! അദ്ദേഹം എന്താ പറഞ്ഞത്? പന്തറു പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. യാത്രക്കാരൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകുന്നത് പോലെ പോകേണ്ടവരാണ്. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഔ ആബിറു സബീൽ, നീ ഒരു യാത്രക്കാരനാണ്. മാഷാ അല്ലാഹ് അല്ലേ? അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചതിനൊരു തെളിവായിട്ട് ഞാൻ പറഞ്ഞ ഒറ്റ പേര്. ഇനി ആധ്യാത്മിക രാമായണം അല്ല നമ്മുടെ വിഷയം. ആധ്യാത്മിക രാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിനു വേണ്ടി എഴുതിയ ആ കാലഘട്ടത്തിന്റെ മുമ്പാണ് ഖാലി മുഹമ്മദ് ഇസ്ലാമിക സമൂഹത്തെ നേർവഴിയിലേക്ക് ശ്രവിക്കാൻ വേണ്ടി മുഹിയുദ്ദീൻ മാല ആരംഭിക്കുന്നത്. ഇത് നിങ്ങൾ അടിസ്ഥാനപരമായി ആദ്യം സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കണം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്നും പറയുന്നില്ല, തൽക്കാലം പറയുന്നില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താ കാര്യം? മുഹിയുദ്ദീൻ മാല കേവലം ഒരു കീർത്തന കാവ്യമല്ല, ആധ്യാത്മികമായ വഴിയിലേക്ക് ജനങ്ങളെ വഴി നടത്താൻ വേണ്ടി എഴുതപ്പെട്ട ഒന്നാണ്. അതൊരു ചരിത്രകൃതിയൊന്നുമല്ല. ശരിക്കും മനസ്സിലായോ? ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ മുഹിയുദ്ദീൻ മാല എന്തിനാണ് വീട്ടിൽ പാരായണം ചെയ്യുന്നത് ചോദിച്ചാൽ വെറുതെ കറാമത്ത് കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അത്.
അതിലൂടെ ആധ്യാത്മികമായ ഒരു പരിസരം രൂപപ്പെട്ടിരുന്നില്ലേ സന്ധ്യാസമയത്ത്? എൻ്റെ കുട്ടിക്കാലത്ത് ഇത് അതിന് അംഗീകരിക്കാത്തവർ നമ്മുടെ ലൈവിലുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട മറ്റ് സഹോദരങ്ങൾ ഒരുപാട് നമ്മൾ ലൈവിൽ വരാറുണ്ട്. അപ്പോൾ നമ്മളവരെ വ്യക്തിപരമായി വിമർശിക്കാത്തതുകൊണ്ടാണ് അവർ കേൾക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവരല്ലേ കേൾക്കേണ്ടത് ശരിക്കല്ലേ? അപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പാടിയുന്നു, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന പാടിയിരുന്നില്ലേ? നഫീസത്ത് മാല പാടിയിരുന്നില്ലേ? മുഹീദ്ദീൻ മാല പാടിയിരുന്നില്ലേ? എന്തിൻ്റെ പേരിൽ നമ്മളെ ഉപേക്ഷിച്ചത്? അപ്പൊ നമ്മുടെ ഹിന്ദു വീട്ടിലുണ്ടായിരുന്നത് അല്ലേ? അച്യുതൻ കേശവൻ ജാനകി നായകൻ കോപിക ബല്ലവൻ രാമചന്ദ്രം ഭജേ ഒന്നാം തൃപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ എന്നവർ പാടിയിരുന്നു. ഇനി ഇതാരോ ലൈവ് ഈ ഭാഗം മാത്രം കട്ടിയിടും, എന്നിട്ട് പറയും ബഷീർ ബൈസി ശരണം വിളിക്കുന്നത് കണ്ടോന്ന്. അപ്പുറം ഇപ്പുറം കേൾക്കാതെ നമ്മൾ പറയുന്നത് എന്താ കോണ്ടസ്റ്റ് എന്താ മനസ്സിലാക്കാതെ അങ്ങനെ ചെയ്യും. ഇപ്പൊ ഞാൻ ഇത്രയും പറയാൻ ശ്രമിച്ചത് മലയാളത്തിൻ്റെ ഒരു മനോഹരമായ ഭൂതകാലത്തിൻ്റെ സ്മൃതി, നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു മുഹിയുദ്ദീൻ മാല. 1607 മാലയുടെ രചനാകാലം. 1607. കൊല്ലം 772 ഞാൻ കോർത്തെ ഇമ്മാലനെ 155 മുസ്ലിന മസൂദ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ പാടാൻ പോണ പാട്ടൊക്കെ അതേമാതിരി ഇട്ടെന്ന നല്ല. കൊല്ലം 782 ഞാൻ കൊത്തന്നിമാലനെ 155 മുത്തും മാണിക്യവും ഒന്നായി കോത്ത പോൽ മുഹിയുദ്ദീൻ മാലനെ കോത്തന ലോകരേ. വാവ്! എൻ്റെ പാട്ടിൻ്റെ വാവ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു നോക്ക്, 4-5 വരികളിൽ അദ്ദേഹം പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം നോക്കുന്ന നിങ്ങൾ. കൊല്ലം 782 ഞാൻ 1782 അല്ലേ? കൊത്തന്നിമാലയെ 155 155 വരികളാണ്. അത് ആ കൊല്ലക്കണക്ക് ഏതാന്ന് നിങ്ങൾക്കറിയോ? മലയാള വർഷം 782. ഹലോ ഹബീബിങ്ങളെ, മുഹിയുദ്ദീൻ മാല വായിച്ച് ഒരു വരി നിങ്ങൾ സംശയിക്കാൻ പാടില്ല. ഞാൻ വേണമെങ്കിൽ ഫുള്ളും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മുഹിയുദ്ദീൻ മാല മൊത്തമായിട്ടും വേണമെങ്കിൽ ഞാൻ ഓരോ ദിവസം പാടാം. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ്. പ്രത്യക്ഷാർത്ഥത്തിൽ നമുക്ക് തെറ്റു തോന്നും. കണ്ടോ, 1782 എന്ന് പറഞ്ഞ ക്ലിറിക്കൽ മിസ്റ്റേക്ക് വരുന്നുണ്ട് അതിൽ, അദ്ദേഹത്തിന് ജനനകാലം നോക്കുമ്പോൾ. പക്ഷെ ഈ പറഞ്ഞ കൊല്ലം ഏതാണ്? കൊല്ലം 782 ഞാൻ കൊത്തന്നിമാലയെ 155 അത് കൊല്ലവർഷമാണ്. അഥവാ മലയാള വർഷം 782. അവിടെ എഴുതി വെച്ചോളൂ. ഇത് മനസ്സിലാക്കാതെ നമ്മൾ പോകാൻ പാടില്ല. ഇഷ്കിൻ്റെ മഷിക്കുപ്പി പൊളിഞ്ഞു വീഴാൻ പോവാണ്. എന്നാൽ ക്രിസ്താബ്ദമോ ക്രിസ്തുവർഷം 1607. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 1607. ഇതിൽ ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടാവും. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു 1607 ഈ രചനാകാലമെന്നും. തൊട്ട ഉടനെ ഞാൻ ആ പാട്ടുപാടി 782 അതെന്താ കാര്യം? ഒന്ന്, മാലയിൽ പറഞ്ഞത് മലയാള വർഷമാണ്, കൊല്ലവർഷമാണ്. മറ്റത് ക്രിസ്തു വർഷമാണ്. ഓക്കെ, ഇനി ഹിജറ വർഷം 1026. ഇത് മുഴുവൻ അവിടെ എഴുതി വെച്ചോളൂ. കൊല്ലവർഷം 782, ക്രിസ്തു വർഷം 1607, ഹിജറ വർഷം 1026. അപ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എത്ര വർഷമായിട്ടുണ്ടാവും മുഹിയുദ്ദീൻ മാല രചിച്ചിട്ട്? എത്ര വർഷമായിട്ടുണ്ടാവും? ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ ഇത് എഴുതുന്നതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പാണ്
മുഹിയുദ്ദീൻ മാല രചിക്കപ്പെട്ടത് എന്ന് ഞാനിപ്പോൾ ചരിത്രപരമായി നിങ്ങളോട് പറഞ്ഞു തന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, മലയാളത്തിന്റെ ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനല്ല, അത് ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഖാലി മുഹമ്മദാണ് മലയാള ഭാഷയുടെ പിതാവ്. വിവാദമാകുകയാണെങ്കിൽ വിവാദമാകട്ടെ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വിവാദമാകാണ്. കാരണം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണമാണ് മലയാളത്തിലെ ആദ്യത്തെ കൃതിയെങ്കിൽ അതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണ് മലയാള ഭാഷയുടെ മനോഹരിതയിൽ അറബിയും തമിഴും പാഴ്സിയും ഒക്കെ കൂട്ടിച്ചേർത്ത ഈ ഗ്രന്ഥം മുഹിയുദ്ദീൻ മാല ഉണ്ടാകുന്നത്. ആ അർത്ഥത്തിൽ അതിൻ്റെ സാഹിത്യത്തെ നമുക്ക് അംഗീകരിച്ചുകൂടെ? അതെങ്കിലും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ലേ? അപ്പം നിങ്ങൾ പറയൂ, എത്ര വർഷമായി ഇപ്പോൾ? ഒരാൾ 413 പറയുന്നുണ്ട്. ആണോ? 413 ആണോ? വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. 1606 വേൾഡ് ലിറ്റററിയിൽ, വേൾഡ് സാഹിത്യത്തിൽ, ലോക സാഹിത്യത്തിൽ ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന നാടകരചന പൂർത്തിയാക്കിയതിന്റെ തൊട്ടടുത്ത വർഷമാണ് മുഹിയുദ്ദീൻ മാല രചിക്കപ്പെട്ടിട്ടുള്ളത്. വാവ്, അമേസിംഗ്, മാഷാ അല്ലാഹ്. അറബി മലയാളത്തിലാണ് രചിക്കപ്പെട്ടത്. മലയാളത്തിലുണ്ട്. നോക്കൂ, 1606 ലോക സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയത്തിൻ്റെയും കിനാവും കണ്ണീരും പെയ്തിറങ്ങിയ ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന നാടകരചന പൂർത്തിയാക്കുന്നത്. അതിൻ്റെ തൊട്ടേ അടുത്ത വർഷമാണ് മുഹിയുദ്ദീൻ മാല രചിക്കപ്പെടുന്നത്. അപ്പോൾ 500 വർഷങ്ങൾക്കപ്പുറം, ഏകദേശം ഒരു 413-14 വർഷങ്ങൾക്ക് മുമ്പ് വിരചിതമായ കൃതി എന്ന നിലയിൽ ഈ സ്തുതിഗാനത്തിന്റെ ഭാഷാപരമായ ലാവണ്യത്തെ, അതിന്റെ മനോഹരിതയെ, അതിന്റെ ചാരുതയെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. റൈറ്റ്? എന്നിട്ട് അദ്ദേഹം പറയാണ്, മുത്തും മാണിക്യവും ഒന്നായി കോത്ത പോൽ മുഹിയുദ്ദീൻ മാലയെ കോർത്തെ ഞാൻ ലോകരെ. മുത്തും മാണിക്യവും മരതകവും വജ്രവും വൈഡൂര്യവും യാക്കൂത്തും മർജാൻ ഒന്നിച്ച് കോർത്ത പോൽ. എന്താണ് ആ പ്രയോഗം? മുത്തും മാണിക്യവും ഒന്നിച്ച് കോർത്ത പോൽ മുഹിയുദ്ദീൻ മാലയെ കോർത്ത് ഞാൻ ലോകരെ എന്ന് വെച്ചാല് ഒരേ ആശയമല്ല അതിൽ പറയുന്നത്. അതിൽ മുത്തുണ്ട്, മാണിക്യമുണ്ട്, വജ്രമുണ്ട്, വൈഡൂര്യമുണ്ട്, പവിഴമുണ്ട്. അതിനെ ഞാൻ ഒന്നിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. ഒരു മാലയിലെ, തസ്ബീഹ് മാലയിലെ മുത്തുമണികൾ പോലെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ വാക്കിൽ തന്നെ ഭയങ്കരമായ ഭാഷാപരമായ സാഹിത്യത്തിനപ്പുറം ആശയപരമായ ഒരു പ്രയോഗമുണ്ട്. മനസ്സിലായോ? എന്താണ് ആ പ്രയോഗം? ഒരേ ആശയമല്ല അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല വിധത്തിലാണ്. മുത്തും മാണിക്യവും മരതകവും വജ്രവും വൈഡൂര്യവും ഒക്കെ ഉണ്ടെന്ന. മുഹിയുദ്ദീൻ മാലയിലെ ഈ ഗാനരീതി അറബിയിലെ ഖഫീഫ് വൃത്തത്തോട് യോജിച്ച് നിൽക്കുന്നതാണ്. ഇപ്പൊ മലയാളത്തിൽ കുറെ വൃത്തങ്ങളുണ്ട്. ഇതിൽ കവികളൊക്കെ ഉണ്ടല്ലോ കേൾക്കുന്നവര്. കേകവൃത്തം, കാകളി വൃത്തം, അങ്ങനെ ചില വൃത്തങ്ങളുണ്ട്. മലയാളത്തിലെ കാകളി വൃത്തത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് തമിഴിലെ നന്ദിർവാരക്കണ്ണി എന്ന് പറയുന്ന വൃത്തത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് മുഹിയുദ്ദീൻ മാലയുടെ രീതി. ഖാലി മുഹമ്മദിന്റെ ശൈഖായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രണ്ടാമന്റെ പിതൃ സഹോദരനായ അബ്ദുൽ അസീസ് മഖ്ദൂം ആയിരുന്നത് കൊണ്ട് തന്നെ, അതായത് ഖാലി മുഹമ്മദിന്റെ വാപ്പ അബ്ദുൽ അസീസ് മഖ്ദൂം കുടുംബത്തിലെ ആളാണ്. അതുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹു താങ്കൾക്ക് ഹിദായത്ത് നൽകട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങയുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. ഖുറാഫികളുടെ വേദഗ്രന്ഥമാണ് മുഹിയുദ്ദീൻ മാല. സലീം പുന്നപ്പല. താങ്ക് യു സലീം. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ
അറബി, ഉറുദു, തമിഴ്, സംസ്കൃതം, മലയാളം ഇത്യാദി ഭാഷകളെല്ലാം അദ്ദേഹത്തിന് അറിയായിരുന്നു. മഹദൂമാർ ബഹുഭാഷാ പണ്ഡിതന്മാരായിരുന്നു. അവരുടെ പാഠശാലകൾ ഇത്തരം ഭാഷകൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തമിഴ് സാഹിത്യത്തിൻ്റെ ചില പ്രയോഗങ്ങൾ നമ്മളിനി ഓരോ വരിയിലേക്ക് വരും. മുഹീദ്ദീൻ മാലയിൽ യഥേഷ്ടമുണ്ടെന്നും അവ മാലയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നു എന്നും പഠനം നടത്തിയവർ പറയുന്നുണ്ട്. നമ്മുടെ മലയാള സാഹിത്യത്തെക്കുറിച്ച് മുഹീദ്ദീൻ മാലയെക്കുറിച്ച് നന്നായി പഠിച്ചെഴുതിയ ബാലകൃഷ്ണൻ വള്ളിക്കുന്നുണ്ട്. അതേ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഒന്നുമല്ല, ഒരു മുസ്ലിമാണ് കേട്ടോ. അയാൾ അദ്ദേഹത്തിന് തവസ്സുൽ ഇസ്തിഹാസമല്ല, അതിൻ്റെ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും മനോഹരിത പറയുന്നത് ഇങ്ങനെയാണ്. തമിഴിലെ ചെയ്യുൾ വികാരങ്ങളായ വലിത്തലും മെലിത്തലും നീട്ടലും കുറുക്കലും വിരിത്തലും തൊകുത്തലും മുഹീദ്ദീൻ മാലയിലെ പദസംവിധാനത്തിൽ പ്രകടമാണ്. തമിഴ് വൈയാകരണവന്മാർ തമിഴ് കവിതകളിൽ വടചൊൽ സംസ്കൃത പദങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് ആരിച്ചിത്തൈ വരുത്തണമെന്ന് നിർബന്ധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണത്. മാപ്പിളപ്പാട്ടുകാരാവട്ടെ വടചൊല്ലിന് മാത്രമല്ല അറബി പദങ്ങൾക്കും ആരിയാച്ചിത്തൈ വരുത്തുന്നതിൽ ശ്രദ്ധാലുക്കളാണ്. മുഹീദ്ദീൻ മാലയിൽ കാണപ്പെടുന്ന ഈ പാരസ്പര്യം യാദൃശ്ചികമല്ല, അറബി മലയാള സാഹിത്യത്തിലേക്കുള്ള മാപ്പിള സാംസ്കാരിക തനിമയുടെ പരിണാമദശയെയാണ് മുഹീദ്ദീൻ മാല സൂചിപ്പിക്കുന്നത് എന്ന് ബാലകൃഷ്ണൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കണ്ടനറിവാളൻ കാട്ടിത്തരും പോലെ കാലി മുഹമ്മദെന്ന് പേരുള്ളോവർ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. മാഷാ അല്ലാഹ്. നോക്കൂ, നിങ്ങൾ ആ പ്രയോഗം നോക്കൂ. നിങ്ങൾ പാടാൻ പറ്റുമെങ്കിൽ അറിയുന്നവർ പാടിക്കോളൂട്ടോ അവിടെ ഇരുന്നിട്ട്. കണ്ടനറിവാളൻ കാട്ടിത്തരും പോലെ കാലി മുഹമ്മദെന്ന് പേരുള്ളോവർ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. കണ്ടനറിവാളർ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? മഅരിഫത്തിൻ്റെ ജ്ഞാനമുള്ളവർ, കണ്ടറിഞ്ഞ ആളുകൾ. കാട്ടിത്തരും പോലെ, കണ്ടറിഞ്ഞ ആളുകൾ കാട്ടിത്തന്നതുപോലെ. കാലി മുഹമ്മദെന്ന് പേരുള്ളോവർ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ എന്ന് വെച്ചാൽ അദ്ദേഹം സ്വന്തമായി എഴുതിയ കാര്യങ്ങളല്ല, അത് സ്വന്തമായി എഴുതിയ കാര്യങ്ങളല്ല. കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, മുത്തും മാണിക്യവും ഒന്നിച്ച് കോത്ത പോൽ. അപ്പോൾ ഇത് രണ്ടൊന്ന് ചേർത്ത് വായിച്ചു നോക്ക് ഹബീബിങ്ങളെ, ഒന്ന് പാടി നോക്ക്. മുത്തും മാണിക്യവും ഒന്നിച്ച് കോത്ത പോൽ. ഇനി കുറെ കഴിഞ്ഞിട്ട് ഈ വരി ഒന്ന് പാടി നോക്ക്. കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. അത് തമ്മിലൊരു ബന്ധമല്ലേ? എന്ന് വെച്ചാൽ ഖാലി മുഹമ്മദ് സ്വന്തമായി എഴുതിണ്ടാക്കിയതല്ല. അദ്ദേഹം പല ഗ്രന്ഥങ്ങളിൽ നിന്ന്, മഅരിഫത്തിന്റെ ജ്ഞാനമുള്ളവർ എഴുതിയ ഗ്രന്ഥാവലികളിൽ നിന്ന് കോർവ ഇതൊക്കെ. കോർവ എന്ന് പറഞ്ഞാൽ എന്താ? മാല കോർക്കില്ലേ നമ്മള്? മാല കോർക്കില്ലേ? മുത്തുമണികളെ, ഹബീബിങ്ങളെ. നേരത്തെ അവിടെ മുത്തും പവിഴവും എന്ന് പറഞ്ഞതും. അപ്പൊ ആ മുത്തും പവിഴവും പെറുക്കിയെടുത്ത് കോർത്ത് വെക്കുക മാത്രമാണ് ഖാലി മുഹമ്മദ് ചെയ്തത്. അല്ലാതെ അദ്ദേഹം സ്വന്തം അഭിപ്രായ പ്രകാരം ഒന്നും ചെയ്തതല്ല. വെറുതെ ഹാലിളകിയിട്ട് കാര്യമില്ല. അല്ല, ഇവിടെ ഹാലിളകിയെന്നല്ല, നമ്മുടെ കാര്യം പറയണം. നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. അദ്ദേഹം ബഹ്ജ എന്ന വേറെ വരിയിൽ പറയുന്നുണ്ട്, അദ്ദേഹം നോക്കിയെടുത്ത് എഴുതി വെച്ചതാണ്.
പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളോവർ ഇതിനെ പാടിച്ചോവർ. ഒന്ന് പാടും എല്ലാവരും, വീട്ടിൽ നിന്ന് ഒന്ന് ഉറക്ക പാട്, ഫാമിലി സഹിതം കേൾക്കുന്നവർ. ബി ഹക്കി മുഹമ്മദ് 25 അങ്ങോട്ട് പൂശിക്കൊള്ളിട്ട. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളോവർ ഇതിനെ പാടിച്ചോവർ. അതെന്താണ് ആ പ്രയോഗം? പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചെല്ലുന്നേന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ അറിയാനെങ്കിലും ഇത് പഠിക്കാൻ ശ്രമിക്കാതെ മുഹീദ്ദീൻ മാലയെ വിമർശിക്കുന്നവരെ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ആ വരികളുടെ അർത്ഥം എന്താണ്? പാലിലെ വെണ്ണ കട്ടായിട്ടുണ്ട്. ലൈവ് വന്നാ ഒന്ന് പറയട്ടോ. 600 ആളുകൾ ഇപ്പൊ നമ്മുടെ ലൈവിലുണ്ട്. ഒരു 3K ആണ് കേട്ടോ ഹബീബിങ്ങളെ, 3K. എക്സ്ക്യൂസ് മീ, അല്പം വെള്ളം കുടിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ. രണ്ട് കൈ കുടിക്കണം. എന്താണെന്ന് വെച്ചാലേ അത് ചിലപ്പോൾ പ്രശ്നമാവും. നിങ്ങൾ റിവേഴ്സ് ക്യാമറയിലായതുകൊണ്ട് ഓക്കെ ആയോ? ഓക്കെ ആയോ? ഒന്ന് കട്ടായി ഉണ്ടാവും. നോക്കൂ, ഒന്നുകൂടി പാടാം. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളോവർ ഇതിനെ പാടിച്ചോവർ. ഇവിടെ ബൈത്തിനെ പാലിനോടാണ് ഉപയോഗിച്ചത്. മിൽക്ക്, പാലിനോടാണ് ഉപയോഗിച്ചത് അല്ലേ? പാലിലെ വെണ്ണ പോലെ ബൈത്താക്കി ചൊല്ലുന്നു എന്നാണ് പറഞ്ഞത്. അതായത് വെണ്ണയാകുന്ന മേന്മ ഈ ബൈത്തിൽ നിന്ന് കടഞ്ഞെടുത്ത് ഗ്രഹിക്കണമെന്നർത്ഥം. ഹബീബിങ്ങളെ നോക്ക്, നിങ്ങൾ പ്രത്യക്ഷാർത്ഥത്തിൽ മുഹിയുദ്ദീൻ മാലയെ വായിക്കരുത്, വരികളിൽ നിന്ന് അർത്ഥം കണ്ടെത്തി വായിക്കരുത്. 650 ആളുകൾ ഇപ്പോൾ ലൈവിലുണ്ട്. നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്തോളൂ. പ്രത്യക്ഷാർത്ഥത്തിൽ വായിച്ചാൽ നമുക്കൊരു പിടുത്തവും കിട്ടില്ല. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളോവർ ഇതിനെ പാടിച്ചോവർ എന്ന് വെച്ചാൽ ഇതിലെ ബൈത്ത് പാലിലെ വെണ്ണ പോലെയാണ്. വാവ്, അമേസിങ്. പാല് കണ്ടാൽ അതിലെ വെണ്ണ നമുക്ക് കാണാൻ പറ്റുമോ ഹബീബിങ്ങളെ? ഹബീബിങ്ങളെ പാല് കണ്ടാൽ അതിലെ വെണ്ണ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. വെണ്ണ കടഞ്ഞെടുക്കേണ്ട ഒന്നല്ലേ? എന്നാൽ പാലിൽ അത് ഉണ്ട് താനും. പാലിൽ, മിൽക്കിൽ അത് ഇൻക്ലൂഡാണ് അല്ലേ? വെണ്ണ അതിൽ ഇൻക്ലൂഡാണ്, പക്ഷെ അത് കടഞ്ഞെടുക്കണം. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളോവർ ഇതിനെ പാടിച്ചോവർ. ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ് അതിൻ്റെ ആധ്യാത്മികമായ പ്രണയത്തിൻ്റെ, ഇഷ്കിൻ്റെ മഷിക്കുപ്പി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ വിമർശിക്കാൻ തുടങ്ങും. അതാണ് കവി ഇവിടെ പറയുന്നത് കേട്ടോ. പാലുപോലെ പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തിയാണ് മേന്മയാകുന്ന വെണ്ണ കടഞ്ഞെടുത്തതെന്നും പറയാവുന്നതാൻ കഴിയും. അങ്ങനെയും പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയും പറയാൻ പറ്റും. എങ്ങനെ? പാലുപോലെയുള്ള മഹാഗ്രന്ഥങ്ങളിൽ നിന്ന് വെണ്ണ പോലെ കടഞ്ഞെടുത്തിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറയുന്നതെന്നാണ്. അത് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. അവർ ചൊന്ന ബൈത്തീനും ബഹ്ജ കിതാബീന്നും അങ്ങിനെ തക്മീല തന്നിന്നും കൊണ്ടോവർ. കേട്ടോളൂ ഹബീബിങ്ങളെ, അവർ ചൊന്ന ബൈത്തീന്നും. ആര് ചൊന്ന? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ബൈത്തുകളുണ്ട്. ബഹ്ജ കിതാബീന്നും അവരുടെ ബഹ്ജ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അങ്ങിനെ തക്മീല
തന്നിന്നും കൊണ്ടോവർ. പാല് പോലെ വിശുദ്ധമായ ഈ മനോഹര ഗ്രന്ഥത്തിൽ നിന്നാണ് മുഹിയുദ്ദീൻ മാലയുടെ എസൻസ് ഞാൻ കടഞ്ഞെടുത്തത്. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളോവർ ഇതിനെ പാടിച്ചോവർ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 4 നൂറ്റാണ്ട് മുമ്പ് വിരചിതമായ ഒരു മാലയിലാണ് ഈ മനോഹരമായ പദവിന്യാസവും ശൈലീ വൈവിധ്യവും ഉള്ളത്. ഹബീബിങ്ങളെ, നമ്മെ അതിശയിപ്പിക്കേണ്ടതല്ലേ? നമ്മെ അതിശയിപ്പിക്കേണ്ടല്ലേ ആ രചനാ വൈഭവം? അടുത്ത വരി കേട്ടോളൂ. നമ്മൾ നേരത്തെ അലമുടയോവൻ ഏകലരുളാലെ ആയേ മുഹമ്മദ് അവർ കിള ആണോവർ. എന്താ കിള എന്ന് പറഞ്ഞാല്? അലമുടയവൻ ഏകലരുളാലെ. അലമുടയവൻ ആരാണ്? റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. ഏകലരുളാലെ അള്ളാഹുവിന്റെ കൽപ്പനയാൽ ആയേ മുഹമ്മദ് അവർ കിള ആണോവർ. കിള എന്ന പദം പരമ്പര എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഹബീബിങ്ങളെ, കിള അത് പരമ്പര എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മുൻവിധി പ്രകാരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിലാണ് മഹാനവർകൾ ജനിച്ചതെന്നാണ് ഈ വരി പറയുന്നത്. അലമുടയോവൻ ഏകലരുളാലെ ആയേ മുഹമ്മദ് അവർ കിളാണോവർ. അവർ കിള, അതായത് ഷെയ്ഖ് ജീലാനിയുടെ കിള പരമ്പര മുഹമ്മദി പരമ്പരയാണ്. സെയ്താവർ തായും ബാവയുമാണോവർ വനമതെളിയിലും കെളിമികന്തോവർ. എന്താണല്ലേ? നമ്മൾ ഇങ്ങനെ മുഹിയുദ്ദീൻ മാലയെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു വരിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാ കിളയിലും വൻകിള ആയോവാർ എല്ലാ ദിശയിലും കേളി മികച്ചോവാർ. അവിടെ വകുപ്പ് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. എല്ലാ കിളയിലും വൻകിള ആയോവർ. അവിടെ എല്ലാ വകുപ്പിലും വൻകിള, വൻ വകുപ്പാണ്. എല്ലാ ദിശയിലും കേളി മികച്ചോവർ. കേളി എന്ന് പറഞ്ഞാൽ പ്രശസ്തി. കളി എന്ന അർത്ഥമുണ്ട് കേളിക്ക് കേട്ടോ. കേളി പറഞ്ഞാൽ കളി എന്ന അർത്ഥമുണ്ട്, പ്രശസ്തി എന്ന അർത്ഥമുണ്ട്. കേളി കേട്ടാന്ന് നമ്മൾ പറയാറില്ലേ? കേളി കേട്ട. പക്ഷെ കേളി എന്ന് പറഞ്ഞ കളി എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട് മലയാളത്തിൽ. മുഹിയുദ്ദീൻ മാല മനസ്സിലാക്കണമെങ്കിൽ മലയാളം പഠിക്കണം, സംസ്കൃതം പഠിക്കണം, അറബി പഠിക്കണം, തമിഴ് പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചെന്നോവർ ഒറ്റയടിക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഹബീബിങ്ങളെ, മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും? ഭാഷകളുടെ ഒരു വികാസത്തിന് മുഹിയുദ്ദീൻ മാല വഹിച്ച ഒരു പങ്ക് ഗവേഷണം നടത്തണം. ആ ഗവേഷണത്തിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു PhD കരസ്ഥമാക്കാൻ കഴിയും. ഞാൻ ചുമ്മാ തമാശക്ക് പറയുന്നതല്ല. അത്രമേൽ അപരിമേയമായ ആശയങ്ങളുടെ ആന്തരാർത്ഥങ്ങളുള്ള ഒരു 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 സ്പിരിച്വൽ ബുക്ക് ആണ് മുഹിയുദ്ദീൻ മാല. നോക്കൂ, ഡോക്ടർ CK കരീം പറയുകയാണ്, മുഹിയുദ്ദീൻ മാല വിരചിതമാകുന്ന 16-ാം നൂറ്റാണ്ടിൽ, ആലോചിക്കണേ, 16-ാം നൂറ്റാണ്ടിൽ അറബി മലയാളം ഉത്കൃഷ്ടമായി വികാസം പ്രാപിച്ചിരുന്നു. എ എ ഒ ഓ എന്നീ സ്വരചിഹ്നങ്ങളും ക ക ജ ജ ട ട
എന്നീ വ്യഞ്ജനാക്ഷരങ്ങളും മുഹിയുദ്ദീൻ മാലയുടെ രചനയ്ക്ക് ഉപയോഗിച്ചതായി കാണാം. എഴുത്തച്ഛന്റെ സമകാലികനായ ഒരു മാപ്പിള കവി സമ്രാട്ട് തന്റെ മഹാകാവ്യത്തിൽ മേലുദ്ധരിച്ച സ്വരചിഹ്നങ്ങളും വ്യഞ്ജനങ്ങളും നിർലോഭം പ്രയോഗിച്ച് കാണുന്നതിൽ നിന്നും ഊഹിക്കാവുന്നത് അറബി മലയാള ഗദ്യ ശൈലിയും ഭാഷയും എഴുത്തച്ഛനെ വളരെ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ്. അറബി മലയാളത്തിൽ നിന്നുള്ള അക്ഷരങ്ങളും ചില ചിഹ്നങ്ങളും വ്യഞ്ജനങ്ങളും അതേപടി അംഗീകരിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് എന്ന കാര്യം തറപ്പിച്ചു പറയാനാവില്ലെങ്കിലും ഭാഷാ പണ്ഡിതന്മാരുടെയും ഗവേഷകന്മാരുടെയും പരിഗണനയുടെ പതിവാദിക്കൽ ഞാനിത് അവതരിപ്പിക്കുകയാണ് എന്ന് CK കരീം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് മുഹിയുദ്ദീൻ മാല. മനസ്സിലായോ? ഇത്തരം ചരിത്ര വസ്തുതകൾ വിലയിരുത്തുമ്പോൾ ബോധ്യമാവുക മുസ്ലിം പണ്ഡിതരും ഒപ്പം സമുദായവും 4 നൂറ്റാണ്ട് മുമ്പ് അക്ഷരാഭ്യാസത്തിലും വൈജ്ഞാനിക നിലവാരത്തിലും ഇതര വിഭാഗങ്ങളെക്കാൾ ഉന്നതി പ്രാപിച്ചിരുന്നു എന്നാണ്. നമ്മൾ പണ്ട് വിവരമില്ലാത്തവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറില്ലേ, പരിഹസിക്കാറില്ലേ? പക്ഷെ ഞാൻ ഈ അവതരിപ്പിച്ച ഈ രീതി ഒന്നുകൂടി ലൈവ് കഴിഞ്ഞ് കേട്ടു നോക്ക്. ആ നൂറ്റാണ്ടിൽ മലയാളത്തിലെയും അറബിയിലെയും തമിഴിലെയും ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്ന ആ പെരിമേയമായ ഭാഷാ കഴിവ് മലയാളി മുസ്ലിം കേരളത്തിന് ഉണ്ടായിരുന്നു എന്നല്ലേ ഇത് പഠിപ്പിക്കുന്നത്? മലയാള ലിപി പോലും പൂർണ്ണ കൈവരിക്കാത്ത കാലത്ത് മലയാള അക്ഷരങ്ങൾക്ക് അറബി മലയാളത്തിലൂടെ ചിഹ്നങ്ങൾ കണ്ടെത്തുകയും അത് വെച്ച് ഒരു മഹാകാവ്യം തീർക്കുകയും ചെയ്തത് മുഹിയുദ്ദീൻ മാല ആവർത്തിക്കപ്പെടേണ്ട ഒന്നല്ലേ? ആ സാഹിത്യ സൃഷ്ടി എന്ന നിലക്കെങ്കിലും അതിനെ അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതല്ലേ? അല്ലാതെ ഖുറാഫികളുടെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞ് തള്ളുകയാണോ വേണ്ടത്? അങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത്? ആ അർത്ഥത്തിലെങ്കിലും അതിന് മനസ്സിലാക്കാൻ വെക്കണേ. എന്നിട്ട് നമ്മളെയാണ് അക്ഷരവിരോധികളും പിന്തിരിപ്പന്മാരുമായി ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു മണിക്കൂറായോ ഹബീബിങ്ങളെ? എൻ്റെ കൂട്ടത്തില് യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ സയ്യിദി യാ ശൈഖ് അബ്ദുൽ ഖാദിരി യാ സയ്യിദി ശൈഖി വസദ്റ സ്വാദിരി കൻസൽ ഉലൂമി ورمز علم النادري مرلي مولاه الكريم القادري يا سيد السادات عبد القادري كيف اللهيفك أمان قلب حاذري مولعي في الأمان قصد النادري غوث الذي في البحر كان كعيري يا سيد السادات عبد القادري كم من كرامات بدت للناظرين وخوارق العادات عند القادرين وحلا كمالات لوجه الناظرين لك سيدي يا شيخ عبد القادري غوث المشايخ نور بدر البادري
യാ ത്വയ്യിബൻ ബിദ്ദാതി അബ്ദൽ ഖാദിരി ജഹദ്ത ഫില്ലാഹിൽ മുഈദിൽ ഖാഫാതിരി بالباطن الصافي وحسن الخاطر وخيار أعمال ودمع ماطر يا موثر القربات عبد القادر وأربة كانت وتقوى غافري والزهد في الدنيا بقلب نافري والحب للمولى والحب للمولى والحب للمولى والحب للمولى والحب للمولى والحب للمولى بشوق وافر كم زار روضك من شريف الكابر والحب للعلا والحب والمولى والحب للمولى بشوق وافر كم زار روضك من شريف كابر من عالم أو فاضل أو تاجر حتى النصارى واليهود الخاسر يا صاحب البغداد كل ناصر يا صاحب البغداد كل ناصر يا صاحب البغداد كل ناصر يا مطلب الحاجات عبد القادر يا صاحب البغداد كل ناصر يا مطلب الحاجات عبد القادر يا لسدائد الدنيا ويوم آخر وذخيرة لخير ظهر الداخر يا ربي صل على النبي وآله وعلى صحابته المهاجر ناصر തഖബ്ബൽ അല്ലാഹ്. കുറേ ആളുകൾ 2-3 പേരുകൾ പാടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാടാം. സമയം കഴിഞ്ഞു പോയതിൽ നമ്മുടെ അഡ്മിൻ നമ്മളോട് പറയും 1 മണിക്കൂറായി. ഒരു മിനിറ്റ്. ഏത് വരിയാണ് പാടേണ്ടത്? നിങ്ങൾ പറയണ പേര് പറഞ്ഞോളൂ. ഞാൻ അതിൻ്റെ വ്യാഖ്യാനോട് പറയാം. ഏത് വരിയാണ് പാടേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. 10 മിനിറ്റിൽ നിർത്തൂട്ടോ. ഏഴാമത്തെ ഒരു വരി. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും
അവരെ കൊടി നീളം മത്തിരയുള്ളോവർ. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അല്ലേ? 7ാമത്തെ വരിയാണ് തോന്നുന്നു അല്ലേ? ആകാശത്തിലും ഭൂമിയിലും ശൈഖവറുകൾക്ക് ഒരുപോലെ സ്ഥാനമുണ്ട്. അപ്പം ആളുകൾ ചോദിക്കും, അങ്ങനെ ഒരു കൊടി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ചന്ദ്രനിലേക്കൊക്കെ പോയില്ലേ ചന്ദ്രനിൽ പോയല്ല നീൽ ആംസ്ട്രോങ്. എന്നിട്ട് അയാളൊന്നും ഈ കൊടി കണ്ടിട്ടില്ലല്ലോ ആകാശത്തിന്മേലും. കൊടി എന്ന് പറയുന്നത് ഹബീബിങ്ങൾ ദ സിംബൽ ഓഫ് പവർ. അത് അധികാരത്തിന്റെ ഒരു ചിഹ്നമല്ലേ കൊടി എന്ന് പറയുന്നത്? നമുക്ക് മുഹ്സിന മസൂദ് ലാസ്റ്റ് ഇരവുകൾ ഓക്കെ 3K നിങ്ങൾ ആക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നോക്കൂ, എന്താ പറയാ, ഈ കൊടി എന്ന് പറഞ്ഞ ഒരു അധികാരത്തിൽ ഇപ്പൊ മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഒരു കാറിന്റെ മുന്നിൽ ഒരു കൊടി വെക്കണത് എന്തിനാണ്? അത് അധികാരത്തിന്റെ ചിഹ്നമാണ്. ഇപ്പൊ ഓരോ പാർട്ടിക്ക് കൊടികളില്ലേ, CPM, കോൺഗ്രസ്, BJP, ലീഗ്, അങ്ങനെ എല്ലാ പാർട്ടികൾക്കും കൊടിയില്ലേ? എന്താണ് കൊടി? കൊടി അധികാരത്തിന്റെ ചിഹ്നമാണ് ശരിക്കും പറഞ്ഞത് അല്ലേ? ആകാശത്തിലും ഭൂമിയിലും ശൈഖവറുകൾക്ക് സ്ഥാനമുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളതല്ലേ സംശയം. അത് നമുക്ക് നോക്കാം. അങ്ങനെ സ്ഥാനം ഉണ്ടാകാൻ പറ്റുമോ ഒരാൾക്ക് ആകാശത്തിലും ഭൂമിയിലും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാല് ജിബ്രീലിനെ വിളിച്ചു പറയും, ആ അടിമയെ കുറിച്ച് പറയും. എന്തുട്ടാ പറയാ? ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഹബീബിങ്ങളെ നമ്മുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ടല്ല ടൈപ്പ് പറയണത്. ആരെ പറയണത്? അള്ളാഹു പറയും മലക്കിനോട്, അള്ളാഹുവിന് ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീലെ എനിക്ക് അയാൾ ഇഷ്ടമാണ് എന്ന് അള്ളാഹു പറയും എന്ന് ജിബ്രീലിനോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അതിനാൽ നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കണം. തന്നിമിത്തം ജിബ്രീൽ അദ്ദേഹത്തെ സ്നേഹിക്കും. മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജിബ്രീൽ സ്നേഹിക്കുന്ന ആള്. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് പ്രഖ്യാപിക്കും. നോട്ട് ദി പോയിന്റ്. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് പ്രഖ്യാപിക്കും. എന്ത് പ്രഖ്യാപിക്കും? അള്ളാഹു ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ആകാശത്തുള്ളവരും അദ്ദേഹത്തെ സ്നേഹിക്കണം. പിന്നീട് ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത നൽകപ്പെടും. ഇത് ലഈഫായ ഹദീസല്ല, സഹീഹ് ബുഖാരിയാണ് ഞാൻ ഉദ്ധരിച്ചത്. മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മുൻദിർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബി ഹാത്തിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവരൊക്കെ ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സഹീഹ് ബുഖാരിയിലെ 456-ാമത്തെ ഹദീസാണ്. കൃത്യമായി തെളിവ് സഹിതമാണ് ബഷീർ പറയുന്നത്. 456-ാമത്തെ ഹദീസാണ്. എന്താണ് അതിൽ പറഞ്ഞത്? അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ ജിബ്രീലിനെ വിളിച്ചു പറയും, ജിബ്രീലെ ഞാനിതാ, ഫോർ എക്സാമ്പിൾ ബഷീർ വൈസിയെ സ്നേഹിച്ചു, അതുകൊണ്ട് ജിബ്രീലെ നിങ്ങളും സ്നേഹിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം അത് ആകാശലോകത്ത് പ്രഖ്യാപനം നടത്തും, അനൗൺസ്മെന്റ് ചെയ്യും, ആ ആളെ നിങ്ങൾ സ്നേഹിക്കണമെന്ന്. ആ ആൾക്ക് ഭൂമിയിൽ സ്വീകാര്യത കൊടുക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തിരയുള്ളോവർ. അവരുടെ കൊടിനീളം അത്രയുണ്ട് എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ മുകളിലും ഭൂമിക്ക് താഴെയും അവരെ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. ഹദീസാണ് ഞാൻ ഉദ്ധരിച്ചത്. മനസ്സിലായോ? ഈ കൊടി എന്ന് പറഞ്ഞാൽ ബിദ്അത്താവോ? കൊടി, പതാക എന്നുള്ളത് ഒരു കുറ്റകരമായ കാര്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടി ഉണ്ടായിരുന്നില്ലേ? അല്ലേ? ബദറുൽ ഹുദായാസീനൻ നബി ഖറജായ നേരം വള്ളർ കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ. 3 കൊടി ഉണ്ടായിരുന്നു. ഓക്കെ, 3 കൊടി പിടിച്ചിട്ടാണ് ബദറിലേക്ക് അവർ പോകുന്നത്. കൊടി എന്ന് പറഞ്ഞാൽ കുറ്റകരമായ ഒരു കാര്യമാണോ? അല്ല, നിങ്ങൾ പറ, കൊടി എന്ന് പറഞ്ഞാൽ കുറ്റമുള്ള ഒരു കാര്യമാണോ? അവര് കൊടി പിടിച്ചിട്ടല്ലേ പോയിട്ടുള്ളത്?
ബദറിലെ ഗൗസിനും ഖസ്റജിനും പ്രത്യേകമായ കൊടി ഉണ്ടായിട്ടില്ലേ? കൊടി ഉയർത്തിപ്പിടിക്കൂ, അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ പ്രഖ്യാപനം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അല്ലേ? ഫുതൂഹുൽ ഗൈബിൽ നമ്മൾ ഇന്നലെ ഉദ്ധരിച്ചില്ലേ? ഫുതൂഹുൽ ഗൈബ് ഇതാ ഒക്കെ തെളിവ് സഹിതം ഞാനത് പറയണത്, വെറുതെ ഞങ്ങൾ അലക്കിക്കാരില്ല. ഇത് ഫുതൂഹുൽ ഗൈബിന്റെ അതീന്ദ്രിയ വിജ്ഞാനത്തിന്റെ മലയാള ട്രാൻസ്ലേഷനാണ്. നോക്കൂ, അതിൽ പറയാണ്, അതിന്റെ 222 പേജിൽ പറയുന്നുണ്ട്, ഭൂമിയിലും ആകാശത്തും എനിക്ക് കൊടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, അവിടെയുള്ളവർ എൻ്റെ സ്ഥാനമഹിമ ശരിക്കും അറിയും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊടി നീളം അത്തിരണ്ട് പറഞ്ഞ് ഞങ്ങൾ കൊടി നോക്കാൻ വേണ്ടി പോകണ്ട, വിമർശിക്കണ്ട. ഞാൻ ആദ്യമേ ചരിത്രപരമായി മുഹിയുദ്ദീൻ മാലെ പറഞ്ഞു അതിന്റെ ഭാഷാ ഭംഗി എന്താണ്, അതിന്റെ പ്രയോഗം എന്താണ്, അതിന്റെ ആന്തരികമായ അർത്ഥം എങ്ങനെയാണ് പഠിക്കേണ്ടത് മനസ്സിലാക്കി തന്നിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിച്ചത്. അല്ലാതെ മുഹിയുദ്ദീൻ മാലയിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളത് മനസ്സിലാക്കി കൊടുത്ത് ഉണ്ടായൊരു കുഴപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ലിവാഹുൽ ഹംദ് എന്ന കൊടി നാളെ എൻ്റെ കയ്യിലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന ഒരു കൊടി നാളെ അള്ളാഹിന്റെ റസൂലിനുള്ളതാണ്. ആ കൊടി പിടിച്ചിട്ടാണ് റസൂലുള്ള മഹ്ശറയിലേക്ക് വരിക. അപ്പൊ കൊടി കുഴപ്പമാണോ? എന്താണ് ഇതിൽ കുഴപ്പം? ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല, ഈ കൊടി എന്ന് പറഞ്ഞാൽ ഓരോ മാതിരി ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തം, ഓരോ മാതിരി ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തം. ആ കൊടിയല്ല ഈ കൊടി. 4-5 സെന്റിമീറ്റർ വലിപ്പമുള്ള അല്ലെങ്കിൽ മീറ്റർ വലിപ്പമുള്ള ഒരു തുണിയുടെ കാര്യമല്ല ഈ പറയുന്നത്. അപ്പൊ ആ വരി അങ്ങനെയാണ്. നമുക്ക് നോക്കാം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈ വരിയോടെ നിർത്തിട്ടോ. കൈലാനി എന്നോവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ. ഇവിടെ നമ്മൾ കുത്തുബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് ദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ കൈലാനി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജീലാൻ എന്ന പ്രദേശത്തിന് കൈലാൻ എന്നും പറയാറുണ്ട്. തഫ്രീഹുൽ ഖാത്തിറിൽ പേജ് 12 അത് പറയുന്നുണ്ട്. കൈലാനി എന്നും ജീലാനി എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ കുത്തുബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പൊ ഒരു പേര് വേണ്ടി പാടേണ്ടി വരും. അതോട് പറഞ്ഞ് നിർത്താം. ബാവാമോദ്ഗേന്ന് കുത്തുബായി വന്നോർ വാനമതളിലും കെളി മികന്തോവാർ. ബാവാമോദ്ഗേന്ന് കുത്തുബായി വന്നോർ വാനമതളിലും കെളിമികന്തോവർ. ബാവാമുദ്ഗീന് ഫീ സുൽബി ആദം നമ്മൾ പറയാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഫീ സുൽബി ആദം. ഉപ്പയുടെ മുതുകിൽ നിന്ന് തന്നെ കുത്തുബായി വന്നോവർ എന്നാണ് പറയുന്നത്. ഉപ്പയുടെ മുതുകിൽ നിന്ന് കുത്തുബായി വരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പറയുന്നതിന് മുമ്പേ എന്താണ് ഖുതുബ് എന്നതിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫായി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. പ്രവാചകന്മാരില് അമ്പിയാക്കള്, മുർസലീങ്ങള്, ഉലുൽ അസ്മുകള് ഇങ്ങനെയുള്ള വ്യത്യാസമുണ്ട് അല്ലേ?
നബിമാരുണ്ട്, റസൂലുണ്ട്, ഉലുൽ അസ്മുണ്ട്. ഉലുൽ അസ്മിൽ എല്ലാ പ്രവാചകന്മാരും പെടില്ല. ഈ ഒരു വ്യത്യാസം, ഗ്രേഡ് വ്യത്യാസമുണ്ട്. ഔലിയാക്കന്മാരിലും ഇതുണ്ട്. സ്വഹാബത്തിൽ തന്നെ 4 ഖലീഫമാർക്കല്ലേ വലിയ പദവി ഉള്ളത്, അല്ലേ? 4 ഖലീഫമാർക്കാണ് ഏറ്റവും വലിയ പദവി. കുത്തുബ്, അഫ്രാദ്, ഔത്താദ്, അബ്ദാല് തുടങ്ങിയ വ്യത്യസ്ത പേരിലും പദവിയിലുമാണ് ഔലിയ അറിയപ്പെടുന്നത്. ഇതൊരു ക്രമമാണ്. ഈ ക്രമത്തിൽ ഏറ്റവും വലിയ പദവി കുത്തുബ് എന്ന് പറയുന്നതാണ്. കുത്തുബ് മാത്രമാണ് ഏകവചനം. അതുകൂടി ആലോചിച്ച് നോക്കി. കുത്തുബ് മാത്രമാണ് ഏകവചനം. അഫ്രാദ് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. ഔത്താദ് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. അബ്ദാൽ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. എന്ന് വെച്ചാൽ കുത്തുബ് ഒരാളെ ഉണ്ടാവുള്ളൂ. അഫ്രാദുകൾ കുറെ ഉണ്ടാകും, അക്താബുകളും ഔത്താദുകളും ഒരുപാടുണ്ടാകും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദാലുകൾ എക്കാലത്തും 7 പേരുണ്ടാവും. അബ്ദാലുകൾ 7 പേരുണ്ടാവും. മുഖ്യമന്ത്രി ഒരാളല്ലേ ഉള്ളത്, പിന്നെ അതിൻ്റെ പേരിൽ പിറകിൽ മന്ത്രിമാരല്ലേ ഉള്ളത്. അതിന് അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, എന്നാലും പറഞ്ഞു മാത്രം. സാധാരണ മന്ത്രിമാരുണ്ടാവും, ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുണ്ടാവും, അല്ലേ? കേരളത്തിൽ എല്ലാവർക്കും ക്യാബിനറ്റ് റാങ്കുള്ള മിനിസ്റ്റേഴ്സാണ്. പക്ഷെ കേന്ദ്രത്തിലെ എല്ലാ മന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരല്ല. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ എന്താ പറയുക, എന്തുട്ടാ പറയാ, ഇപ്പൊ വിദേശകാര്യ സഹമന്ത്രിയുടെ മുരളീധരൻ, നമ്മുടെ കേരളക്കാരൻ, അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണോ എന്ന് എനിക്കറിയില്ല, അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുണ്ട്, ക്യാബിനറ്റ് റാങ്ക് ഇല്ലാത്ത മന്ത്രിമാരും സെൻട്രൽ ഗവൺമെന്റിലുണ്ട്. കേരളത്തിലെ എല്ലാ മന്ത്രിമാർക്കും ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. ഓക്കെ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. കുത്തുബിന് ഗൗസ് എന്ന പ്രത്യേകമായ പേരും ഉണ്ടാവും. കുത്തുബാകാൻ ധാരാളം നിബന്ധനകളുണ്ട്. എല്ലാവരും അങ്ങോട്ട് കുത്തുബാകൊന്നുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും കുത്തുബാകൊന്നുമില്ല, അതിന് ധാരാളം നിബന്ധനകളുണ്ട്. അഗാധമായ ജ്ഞാനം വേണം ഒരാൾ കുത്തുബാകണമെങ്കിൽ. അലിഫ് ലാം മീം ഹാമീം, ഇങ്ങനെ ഖുർആന്റെ തുടക്കത്തിൽ ചില പ്രയോഗങ്ങളില്ലേ? ഈ ചില സൂറത്തുകളുടെ മുന്നിൽ അവയുടെ അർത്ഥവും ആശയവും വ്യക്തമായി അറിയുന്ന ആളായിരിക്കും കുത്തുബ്. നമ്മൾ കുത്തുബ എന്ന് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങളവിടെ അലിഫ്ലാമീൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, മുരളീധരൻ ക്യാബിനറ്റ് അല്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം അറിയണം. കൂടാതെ അള്ളാഹുമായുള്ള സ്വകാര്യ ബന്ധവും തന്മൂലമുള്ള അദൃശ്യജ്ഞാനവും വേണം. കുത്തുബാകണമെങ്കിൽ അദൃശ്യമായ ജ്ഞാനം ഉണ്ടാകണം. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. അഗാധമായ ജ്ഞാനവും അദൃശ്യജ്ഞാനവും വേണം കുത്തുബായി വരുന്നയാൾക്ക്. കുത്തുബല്ലാത്ത ഔലിയാക്കന്മാർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാ ഔലിയാക്കന്മാർക്കും ഇത്തരത്തിലുള്ള ഗുണം ഉണ്ടാകണമെന്നില്ല, കുത്തുബിന് മാത്രമാണ്. മഹാനായ ഇബ്നു അറബി ഫുതുഹാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ 255-ാം അധ്യായത്തില് ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇത് ബഷീർ ഫൈസിയുടെ വ്യാഖ്യാനമല്ല. വെറുതെ ഒരാൾ വന്ന് കുത്തുബ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കുറെ ആൾക്കാർക്ക്. ഔലിയാണ്, ദ്വാ സമ്മേളനത്തിന് വരുന്നവരൊക്കെ ഔലിയാക്കന്മാരാണ്. നിങ്ങളോട് ആരോ പറഞ്ഞത്? നിങ്ങൾ എന്നെ എന്ത് കരുതിയാലും വേണ്ടില്ല, ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറയാറുണ്ട്. ദ്വാ സമ്മേളനത്തിന് വന്നുകൊണ്ട് ഒരാളെങ്ങനെ ഔലിയാകുക? അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതൊരു നിസ്സാരമായ പദവി. സ്വാലിഹായിരിക്കും ചിലപ്പോ. സ്വാലിഹ്യങ്ങൾ ഇപ്പോൾ സാധാരണക്കാരില്ലേ? ഈ ലൈവ് പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിൽ എത്ര മുഅ്മിനീങ്ങൾ ഉണ്ട്? അത് സ്വാലിഹ്യങ്ങളല്ലേ?
ദുആ സമ്മേളനത്തിൽ വരുന്ന ആൾക്കാർ സ്വാലിഹീങ്ങളാവും. പക്ഷെ അപ്പോഴത്തെ നമ്മൾ നോട്ടീസിൽ വലിയുല്ലാഹി എന്ന് ഇട്ട് കൊടുക്കരുത്. നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആർക്കും. അതൊക്കെ കാലത്തിൻ്റെ ഒരു നിയോഗം പോലെ ആ വിളി വരും. മഹാന്മാരുടെ നാവിൽ നിന്ന് ആ വിളി വരും. ഇവിടെ നമ്മുടെ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരാളുടെ അടുത്ത് തൽസമാത്തിന് പോയാൽ പോലും അപ്പോൾ നിങ്ങൾ അവരെ വലിയാക്കും. ഇതൊക്കെ പറഞ്ഞാൽ വിവാദമാകുമെന്ന് എനിക്കറിയാം. ആദ്യം മുതൽ കേട്ടവർക്ക് വിവാദം തോന്നില്ല, ഇടയിൽ വന്ന് കേൾക്കുന്നവർക്ക് വിവാദം തോന്നുള്ളൂ. ഒരാളൊരു തൽസമാത്ത് ചികിത്സക്ക് വേണ്ടി പോയി, അതിന് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള മറ്റൊരു കാര്യം. നിങ്ങളവിടെ പോയി തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ കാര്യം ശരിയായ അയാളെ നിങ്ങൾ വലിയാക്കണം എന്തിനാണെന്ന്. അങ്ങനെയാണോ വലിയാക്കുക? ഒരു ദിക്റും സലാത്തും ഒരാൾ മജ്ലിസ് നടത്തുന്നുണ്ട്, ഒരാൾ അവിടെ പോയി നമ്മുടെ ഒരു കാര്യം ശരിയായി, അള്ളാഹുവിനോട് ദുആ ചെയ്തു, സലാത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ അസുഖത്തിന് ചികിത്സയ്ക്ക് ഭേദമായി, അപ്പൊ അയാൾ വലിയായി അത്ര വേഗം? അങ്ങനെയാണോ വലിയമാരുണ്ടാകുന്നത്? എടോ, ദിക്റിനും സലാത്തിനൊക്കെ അതിൻ്റെതായ പവറുണ്ട്. ഒറ്റയ്ക്ക് ചൊല്ലിയാലും കൂട്ടമായി ചൊല്ലിയാലും അതിൻ്റെതായ പവറുണ്ട്, ഉറപ്പ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തിന് അതിൻ്റെതായ പവറുണ്ട്. അന്ത് തോരണമാതിരി ആമീൻ. അപ്പോൾ നിങ്ങൾ വലിയാക്കി കളയരുത്. ദുആ സമ്മേളനത്തിൽ പോണവരൊന്നും വലിയമാരായി ഉള്ളവരുണ്ടാകാം, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അതൊക്കെ ഭയങ്കര പണിയാണ് കുട്ടികളെ, ഭയങ്കര പണിയാണ് കേട്ടാ. ഞാൻ ഇപ്പം പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ആളെയാണ് ആ കാലഘട്ടത്തിന്റെ കുത്തുവായിട്ട് അള്ളാഹു നിയോഗിക്കുക. കറണ്ട് പോയിരിക്കുന്നു, അല്ലാതെ സ്വയം കുത്തുവായി ചമയാൻ കഴിയില്ല. ഒരാൾക്ക് സ്വയം കുത്തുവായി ചമയാൻ കഴിയില്ല. അള്ളാഹു നിയോഗിക്കുന്നതാണത്. യവാഖീത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. കുത്തുബ് എന്ന വാക്കിന് സൂഫിയാക്കൾ വിശാലമായ അർത്ഥം നൽകും. അതുകൊണ്ട് അൽ ഗൗസ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അങ്ങനെ അർഹിക്കാത്തവർക്കും കുത്തുബ് എന്നവർ ഉപയോഗിക്കും ചിലപ്പോൾ. ഓക്കെ, ഇപ്പൊ കുറെ ഷെയ്ഖുമാരുണ്ട്, ഒരുപാട് കുത്തുബുമാരുണ്ട്. എല്ലാ ഷെയ്ഖുമാരും കുത്തുബാണ്, എല്ലാവരും അഖ്താബുകളാണ്. ഇവരിൽ പലർക്കും ഒരു യഥാർത്ഥ ഷെയ്ഖിന്റെ മുരീദാകാൻ പോലും യോഗ്യതയില്ലാത്ത ആളുകളാണ്. ഒരു മഹാനായ ഷെയ്ഖിന്റെ ശിഷ്യനായ മുരീദിന്റെ മുരീദാകാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 3-ാം പാർട്ട് നമുക്ക് അടുത്ത ഏതെങ്കിലും ദിവസം തുടങ്ങാം. ഇല്ലെങ്കിൽ നമ്മുടെ നൈലിൻ്റെ തീരങ്ങളിലൂടെ യാത്ര പോകാം. നിങ്ങൾ ഇതിൻ്റെ ശേഷം ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കമൻറ്റ് ചെയ്താൽ മതി. മുഹ്യിദ്ദീൻ മാലയുടെ ബാക്കി ഭാഗങ്ങൾ പറയണം എന്ന്, കുറച്ചുകൂടി വരികൾ പറയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസം അത് പറയാം. അല്ലെങ്കിൽ അടുത്ത ലൈവ് നമ്മുടെ എന്താ പറയുക നമ്മുടെ നൈലിൻ്റെ തീരത്തേക്ക് തന്നെ ആയിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹ്യിദ്ദീൻ മാലയുടെ വളരെ പരിമിതമായ വരികളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ 1.5 മണിക്കൂർ മുഅ്മിനീങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ സഹോദരങ്ങളായ ഇതിനൊന്നും അംഗീകരിക്കാത്തവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, കേൾപ്പിച്ചു കൊടുക്കണം. ബുദ്ധിപരമായി അവർ കേട്ടാൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും അവർ മുഹ്യിദ്ദീൻ മാലയെ കുറ്റം പറയില്ല എന്നെനിക്ക് ബോധ്യമാണ്. പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറബിൻ കഹരത്താലടാ ചന്തമിൽ പേശിടും ചിന്തയിൽ കേസിടും ചിപ്പി തുറക്കാൻ മേലാ നിന്റെ ഉള്ളറക്കുൾ മീ മെസിറാക്കി
ബാക്കി വേണമെന്ന് കുറെ ആൾക്കാർ പറയുന്നു. അഡ്മിൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ബാക്കി പറയണം എന്നാണ് പറയുന്നത്. അബൂ സിനാൻ പൂക്കോട്ട് ഉസ്താദ് മാല പറയണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈജിപ്ത് അവിടെ നിൽക്കണം കേട്ടോ. ചിലർ പാത്ത് പിടിത്ത് കൊതിത്ത് മതിത്തിടை ചേർന്നോരും നാത്തിലാടാ ഇച്ച പച്ച പാട്ട് 3 തെറ്റെന്ന് എല്ലാവരും പറഞ്ഞു. സാധ്യത റിഷു റിഷാൽ, ഇബ്രാഹിം വേങ്ങര, ഖുർത്തുബി മുഹമ്മദ്, സിറാജുദ്ദീൻ ഫൈസി ദാരിമി ബാക്കി പറഞ്ഞു. മാഷാ അല്ലാഹ്. ജാബിർ ഇതിന്റെ ബാക്കി പറയണം. ജബ്ബാർ ബാക്കി വേണം. ഷഹീർ മണലടി ബാക്കി വേണം. റിയാസ് ബാക്കി വേണം. അബ്ദുൽ ലത്തീഫ് ബാക്കി വേണം. റുക്കിയ മകളുടെ വിദ്യാഭ്യാസം അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. കബീർ കളേഴ്സ് വേണം. റംല യാഹു ബാക്കി വേണം. ഹംസ വടക്കഞ്ചേരി ബാക്കി വേണം. യാസിക്ക്, ഷുഹൈബ് ഒരു ഭാഗം കൂടിയാ. റഫീഖ് ബാക്കി പറയണം. പാരിഷാദ് ഇൻഷാ അല്ലാഹ്. എത്ര എപ്പിസോഡായാലും കുഴപ്പമില്ല എന്ന് പൂക്കോട്ട് വരുന്നു. മൊഹീദിമാല കുറച്ചുകൂടി പറയണമെന്ന് അനീഫ. അബ്ദുൽ കബീർ സാഹിബ് ഹബീബ് ബ്രോ തുടരണമെന്ന്. മുസ്തഫ തുടരണം. സത്താർ പറയണം. വാപ്പു പുളിക്കൽ പാർട്ട് വേണം. ഹിലർ പാർട്ട് 3 വേണം. മൊയ്തീൻകുട്ടി ബാക്കി വേണം. അന്തു ചന്തോത്ത് ബാക്കി വേണം. അന്തു ചന്തോത്ത് ബാക്കി വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാന്നാണല്ലേ. അന്തു സമയത്ത് മനാബ് ഉമ്മർ അലൈക്കും അസ്സലാം. സുബൈദ അബൂബക്കർ അടുത്ത ഭാഗം അടുത്ത ദിവസം. ജീലാനി അമ്മനോട് മാല മുഴുവൻ വേണം. അല്ലാഹ്, മാല മുഴുവൻ പറയാനുള്ള ഇൽമൊന്നും എൻ്റെ കയ്യിലില്ല. നമുക്ക് ഇത്രയും ആളുകൾ പറഞ്ഞ് ഹാഫിൽ ഫൈസൽ റഹ്മാൻ മുല്ലശ്ശേരി ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ആദർശം പഠിക്കാൻ ഉപകരിക്കും. നമുക്കൊരു 10 വരിയെങ്കിലും അടുത്ത 2 ദിവസങ്ങളായി പറയാം, ഏതെങ്കിലും ദിവസം കേട്ടോ. ഓക്കെ. റംല യാഹു ബാക്കി വേണം. അബ്ദുറഹ്മാൻ കൊടുവള്ളി ബാക്കി വേണം. എല്ലാവരും വേണം തന്നെയാണ്. അപ്പോൾ മിസ്റിൽ ഇപ്പോൾ പോകണ്ടെന്നായോ? യൂസുഫ് നബിയെ കാണാൻ ആർക്കും പകരമില്ലാതെയോ? മുഹീദ്ദിമാല വരികൾക്കപ്പുറമുള്ള ആശയവും അതിൻ്റെ സാഹിത്യവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഹദീസും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ ആധ്യാത്മികമായ ഒരു പരിസരത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുളൂരിയത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസവും സമയമൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കുക. അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. കമന്റ് ഞാൻ വായിക്കട്ടോ, നിങ്ങൾ ഇട്ടോളൂ. റഹ്മാനായ രാജ് സയ്യിദായ മാലിക്കുൽ മുലൂക്കായ ഗഫൂർ റഹീമായ തമ്പുരാനെ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ഭാര്യമാർ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ മരണപ്പെട്ടു പോയി ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈമാൻ കാമിലായ മരണം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നീ ഞങ്ങളുടെ സമയത്ത് വിധിച്ച സമയത്ത് ഈമാൻ കാമിലായ മരണം നൽകണമേ തമ്പുരാനെ. ജീവിതമാണ് ഖൈറെങ്കിൽ ദീർഘായുസ് നൽകണമേ തമ്പുരാനെ. മരണമാണ് ഖൈറെങ്കിൽ ഈമാനുള്ള മരണം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പടച്ചവനെ, കടമുള്ളവരുണ്ട്, കടം വീട്ടി കൊടുക്കണേ തമ്പുരാനെ. ഉദ്ദേശങ്ങളുള്ളവരുണ്ട്, നിറവേറ്റണേ തമ്പുരാനെ. സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. അവരുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ തമ്പുരാനെ. പരീക്ഷയിലുള്ളവരുണ്ട്, നീ വിജയിപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ തമ്പുരാനെ. രോഗമുള്ളവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ റബ്ബേ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ശൈത്വാനിയായ ശറുകളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ജിന്നിയായ ശറുകളിൽ നിന്ന് കാക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ.
ദുആ ചെയ്യട്ടോ ഇൻഷാ അല്ലാ. ഷബീറിൻ്റെ മെസ്സേജ് കാണുന്നില്ല, ഞാൻ നോക്കി കണ്ടില്ല കേട്ടോ. എന്താണ് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല. അതുകൊണ്ട് ഇവിടെ കമൻറ്റ് ചെയ്തെന്നാണോ പറയുന്നത്, മെസ്സഞ്ചറിൽ കാണുന്നില്ല. കബീർ സാഹിബ് സഹോദരൻ്റെ മകളും 2 ചെറിയ മക്കളും ദുബായിലേക്ക് പുറപ്പെടുക. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, സന്തോഷകരമാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ, യാത്ര എളുപ്പമാക്കട്ടെ. ഷൗക്കത്ത് ശമ്പളം മുഴുവൻ കിട്ടാൻ അള്ളാഹുവെ ഹൈറാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹുവിൻ്റെ ഹക്ക് കൊണ്ട് നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഹബീബിങ്ങളെ, അപ്പോൾ നമ്മളിന്ന് മുഹിയുദ്ദീൻ മാലയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മധുരത്തിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ കടിച്ചിട്ടേ ഉള്ളൂ. 1-2 ആളുകൾക്ക് ഒരു അസഹ്യത തോന്നുന്നുണ്ട്. അവർ പിന്നീട് കമൻറ്റ് ചെയ്തില്ല. നമ്മുടെ റെസ്പോൺസ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ മുഹിയുദ്ദീൻ മാലയുടെ എല്ലാ വരികളും അതിന് പറയാൻ അറിയുന്ന ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾക്കതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂ. കൂടുതൽ പറയാൻ അറിയുന്ന ഒരാൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ചേതോഹരിത അല്ലേ, അതിൻ്റെ ഒരു ഒരു മനോഹരിത എന്തായിരിക്കും അല്ലേ. കുറേ വൈഫ് പ്രസവിച്ചു, അൽഹംദുലില്ലാ പെൺകുട്ടിയാണ്. ഷബീർ മുഹമ്മദിൻ്റെ വൈഫ് പ്രസവിച്ചു, പെൺകുട്ടിയാണ്. നമ്മളന്ന് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ അല്ലേ. അതല്ലേ മെസ്സേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും അടുത്ത ദിവസം, ഏതെങ്കിലും ഒരു ദിവസം, നാളെയെന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു ദിവസം, നാളെ വേണമെങ്കിൽ അഡ്മിൻസ് തീരുമാനിച്ച് നമ്മൾ പോസിറ്റീവ് മെൻഷൻ ചെയ്യപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. കോവിഡ് പോസിറ്റീവാണ് സയ്യിദ് ഫായിസ് മുഷൈഖ് തങ്ങൾ. അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ, ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. നമ്മൾ നല്ല അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ദുആ ചെയ്തു. നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ നമ്മുടെ ദൃശ്യപഥങ്ങളിലൂടെ കടന്നുപോയ സൂഫി സൗഗന്ധികത്തിൻ്റെ മനോഹരമായ ഒരു തരളിത ഭാവമായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. ഞാൻ ഈ പറഞ്ഞു പോയ സുലൂക്കിൻ്റെ വഴികളിലൂടെ കടന്നുപോയ ഒരു രാജകുമാരൻ. മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും പനിനീരിൻ്റെ സന്നിഗ്ധതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അല്ലേ. കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ആ ചാരുതയാർന്ന സ്വഭാവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതൊക്കെ ചില യുഗദീപ്തികളാണ്. ഓരോ കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഒരു കാർത്തിക നക്ഷത്രം പോലെ പ്രകാശം വിതറി കടന്നു പോകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള സൂഫി വര്യന്മാരെ നമ്മൾ കാലത്തിൻ്റെ ഏതു നാൽക്കവലയിലാണ് വീണ്ടും കാത്തു നിൽക്കുക. അത്തിപ്പറ്റയുള്ള ഉസ്താദുള്ളപ്പോൾ നമുക്ക് പറയായിരുന്നു, നിങ്ങൾ അത്തിപ്പറ്റയിലേക്ക് പോകുന്നു. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ അത്തിപ്പറ്റയിലേക്ക് പോകുന്നു. നമ്മൾ ആരെയാണ് ഇനി പറഞ്ഞു കൊടുക്കുക? ഉണ്ടാകാം, നമുക്കറിയാത്തതിൻ്റെ പേരിലാണ്. പക്ഷെ എന്തുട്ടാ പറയുക, അവർ ഹബീബ് സബീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. അദ്ദേഹം കറാമത്ത് കാണിച്ചിട്ടുണ്ടാകാം, അങ്ങനെ അനുഭവപ്പെട്ട മുരീദുകൾ ഉണ്ടാകാം. അതൊന്നും എൻ്റെ വിഷയമേ അല്ല. എൻ്റെ വിഷയം അദ്ദേഹം ഏറ്റവും വലിയ മഹാനാണ് എന്നതിൻ്റെ തെളിവ് എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയല്ലേ ശരിക്കും ഔലിയാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയാണ് ഔലിയാക്കന്മാരെങ്കിൽ ആർക്കാണ് ഔലിയാക്കന്മാരെ കുറ്റം പറയാൻ പറ്റുക? ആരെങ്കിലും അത്തിപ്പറ്റ ഉസ്താദിന് കുറ്റം പറയുമോ? സംഘടനാ ഭേദമന്യേ ആരെങ്കിലും അത്തിപ്പറ്റ ഉസ്താദിന് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. എന്താ കാരണം? അത് ആ ജീവിതം അത്രമേൽ നൈർമല്യമുള്ളതായിരുന്നു. ഹബീബിന് ഇഷ്ടപ്പെട്ട ജീവിതമായിരുന്നു. അങ്ങനെയാകാൻ നമുക്കൊരു പക്ഷെ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരുടെ കൂടെയാണോ അവരോട് കൂടെ സ്വർഗ്ഗത്തില്ല. അബൂ സിനാൻ പൂക്കോട്ട് ഉസ്താദിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. അബ്ദുല്ലക്ക് മുഹമ്മദ് വൈഫിൻ്റെ പ്രസവം അള്ളാഹുവെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയുടെ ഹക്ക് കൊണ്ട് സന്തോഷകരമാക്കി കൊടുത്തു.
ഫാത്തിമ സഫ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ ഉപ്പാക്ക് അള്ളാഹു എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യാൻ പറഞ്ഞതിലില്ല കേട്ടോ. അസ്വാ മറിയം പേര് നല്ല പേരാണ്. മക്കൾ ഹാഫിളാകാൻ സൈബുദ്ധി അള്ളാഹു ഹാഫിളാക്കി കൊടുക്കട്ടെ. ഒരു കുട്ടിയെങ്കിലും നമ്മുടെയൊക്കെ ഹാഫിളത്താകണം കേട്ടോ, അല്ലെങ്കിൽ ഹാഫിള. അപ്പോൾ എല്ലാവരും ഇനി പിരിഞ്ഞു പോയിക്കോളൂ. ഇന്ന് 600 ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്തിക്കുക. നമ്മളതിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരാമർശിച്ചിട്ടുള്ളത്. ഉസ്താദിൻ്റെ കണ്ണടക്ക് പൊട്ടുണ്ടോ അൻവർ? അതൊക്കെ കണ്ടുപിടിച്ചുല്ലേ, പൊട്ടുണ്ട്, മാറ്റാൻ പറ്റിയിട്ടില്ല. ഷബീർ മുഹമ്മദ് ഉസ്താദിനെ ഭയങ്കര ഇഷ്ടം. ജസാക്കല്ലാ, ദുആ ചെയ്താൽ മതി കേട്ടോ. അന്തു ചദ്ദോത്ത് ഷെയ്ഖ് ജീലാനിയുടെ ഓക്കെ. അബൂ താഹിർ എന്താ പറയണത്? ഉപ്പ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ ഈ രാത്രി ഇന്നിവിടെ നിർത്താം അല്ലേ? ദുആ ഫോർ മീ ആൻഡ് ഫാമിലി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറാക്കി കൊടുക്കട്ടെ. ഷാഹിദേ അബ്ദുൽ ഖാദിർ മെഹബൂബുൽ ബാഖിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദി ദാവൂദ് അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നൗഷാദ് അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഷബീർ എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചില്ലല്ലോ. ഷാഹിദേ അബ്ദുൽ ഖാദിർ എന്തായാലും നൗഫൽ പേരോട് താങ്ക് യു. സഫ അംജദ് ഇൻഷാ അല്ലാഹ്. അബ്ദുസലാം ഉമ്മയുടെ രോഗം ശിഫയായി കൊടുക്കട്ടെ. അപ്പൊ ഇന്നൊക്കായി. താങ്ക് യു ഓൾ, ജസാക്കുമുല്ലാഹു ഖൈർ. ഷബീർ മുഹമ്മദ് വീട്ടിലും കട്ടലൊക്കെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എന്നവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല. കട്ടലോടൊക്കെ ദുആ ചെയ്യാൻ പറയട്ടോ. ഉസ്താദിനെ വിളിച്ച് കിട്ടുന്നില്ല വല്ലാഹി എന്ന്. ഷബീർ മുഹമ്മദ് വല്ലാഹി ഒന്നും ഇടണ്ട, എനിക്ക് കമന്റ് ചെയ്തപ്പോൾ തന്നെ വിശ്വാസമാണല്ലോ. ഈ പാട്ട് തീർന്നോടുകൂടി നമുക്ക് ചെയ്യാം. നല്ലൊരു ഓർമ്മയിൽ പിരിഞ്ഞു പോവാം.
ലേറ്റായി പോയി ഷഹീർ മണലടി ഞങ്ങളുടെ അയൽവാസിയും ഇരട്ട കുട്ടികളുടെ മാതാവായി 24-കാരി ക്യാൻസറായി വന്നു. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അബ്ദുല്ലക്ക് മുഹമ്മദ് ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. شيخ محي الدين عبد القادر جيلاني يا غوث محي الدين عبد القادر جيلاني أسرار رباني أسرار رباني മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാമ മീമിനുൾ മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാമ മീമിനുൾ മുൻമന്ന് മൂന്ന് തന്ന് നിന്ന് 5 ജീവിരുൾ മുൻമന്ന് മൂന്ന് തന്ന് നിന്ന് 5 ജീവിരുൾ ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമിലും നബിമാനി ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമിലും നബിമാനി യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്താ അബൂത്താഹിറിന്റെ കമന്റ്? അബൂത്താഹിർ നമ്മുടെ അഡ്മിന് കമന്റ് ചെയ്യും, ഫോൺ വിളിച്ചാൽ എടുക്കണം കേട്ടോ, പലരും പരാതി പറയുന്നുണ്ട്. അബൂത്താഹിർ വിളിച്ചിട്ട് ഞാൻ എടുക്കായിരുന്നോ? അത് സ്വിച്ച് ഓഫ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടാതിരുന്നുണ്ടാകുക. പിന്നെ എന്താ പറയുക, സേവ് ചെയ്ത നമ്പറൊക്കെ പോയിട്ടുണ്ട്. അത് ചുമ്മാ പറയല്ല, ഫോണൊന്ന് ഹാങ് ആയപ്പോൾ ഒന്ന് എന്തായാലും പറയുക, റീസ്റ്റോർ ചെയ്തപ്പോഴെന്താണ് കുറേ നമ്പർ പോയി. അതുകൊണ്ട് പരിചയമില്ലാത്ത നമ്പർ അതുകൊണ്ട് എടുക്കാത്തത്. അതേസമയം വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ചിലപ്പോൾ നോക്കാറുണ്ട്. ഫോൺ വിളിച്ചാൽ കിട്ടാത്തത് ഇവങ്ങൾ ലൈവ് തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെ പറയണ്ടേ. ഇപ്പം ഇന്ന് പറഞ്ഞ കാര്യം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. സാധാരണ നമ്മൾ സ്റ്റേജിൽ പറയുന്ന ഒരു കാര്യങ്ങളല്ലല്ലോ അത്. അതിനെക്കുറിച്ച് കുറേ സ്റ്റഡി ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഫോൺ എടുക്കുന്നുണ്ടാവും. അതേസമയം വാട്സപ്പ് ഞാൻ ഇടയ്ക്കൊക്കെ നോക്കാറുമുണ്ട്. ഓക്കെ. അപ്പോൾ അബൂത്താഹിറിനെ പരാതി പറഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? ഷബീർ മുഹമ്മദ് വിളിച്ച് കിട്ടാത്തത് നമ്പർ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും. ഞാൻ ഫോൺ എടുക്കാത്ത ഒരാളൊന്നല്ല, അങ്ങനെ എല്ലാവരും പരാതി പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ എടുക്കാത്ത ആളൊന്നുമല്ല. ഈ സോങ് അയച്ചു തരുമോ ഉസ്താദേ? ഇത് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിനോട് ചോദിച്ചാൽ കിട്ടും കേട്ടോ ദിവസങ്ങളെ. സുമ്മാക്ക് കണ്ണിൽ ഷുഗറാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു, ഖുർആൻ ഓതാൻ പറ്റാത്ത സങ്കടം പറഞ്ഞു. അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള ഒരു കാഴ്ച നീ കൊടുക്കണമേ തമ്പുരാനെ. സെല്ലു പള്ളങ്ങാട് ഉറക്കമില്ലേ? ആദ്യമായി സഹോദര ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണോ? ഉറക്കമില്ലേ എന്നാണോ ചോദിക്കുന്നത്? എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊന്നും കേൾക്കാതെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. شيخ محي الدين عبد القادر جيلاني يا شيخ محي الدين അപ്പോൾ ഇൻഷാല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. ഹാദി മുഹമ്മദ് കമറുദ്ദീൻ എന്ന് പേരിടാമോ? നല്ല പേരാ, കുഴപ്പമില്ല കേട്ടോ. ഹാദി മുഹമ്മദ് പേരിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മെസ്സേജ് അയച്ചോളൂ, ഞാൻ നോക്കുന്നതായിരിക്കും.
പിരിയാൻ സമയമായില്ലേ? तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू अमीर हरम मैं फकीर अजम. അങ്ങ് ഹറമിന്റെ ഇമാമാണ് നബിയേ. അങ്ങയുടെ സ്ഥാനം എവിടെയാണ് നബിയെ? എൻ്റെ സ്ഥാനം എവിടെയാണ് നബിയെ? അങ്ങ് ഹറമിന്റെ ഇമാമാണ് നബിയെ. മേ ഫഖീറേ അജം, ഞങ്ങൾ വിദേശിയായ ഫഖീറാണ് നബിയെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ആൾ.